نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير صدق الله العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم إن سورة من كتاب الله ما هي إلا 30 آية شفعت لرجل حتى غفر له تبارك الذي بيده الملك صدق شفيعنا رسول الله صلى الله عليه وسلم أزكى الصلاة مع السلام المنتشر ما لاح نجم والدياجي تعتكر تترى على خير البنين من مضر من بين رسل الله وأصيت الدرر بحر العطايا المصطفى العالي القدر أهل الشفاعة خير من جاء بالزبر ركن الهدى وابن الندى وهو البدر بتمامه ولنوره استحيا القمر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي സർവാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും റിഫാഇ ദഫ് വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വിശുദ്ധ ഖുർആൻ പ്രഭാഷണ സദസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത്, ഖുർആനിന്റെ റഹ്മത്തും ഇരുലോകത്തും നൽകപ്പെടുന്നവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ,
സ്നേഹജനങ്ങൾ, വിജ്ഞാന മാർഗങ്ങളിൽ നമ്മെ സഹായിച്ചവർ, സംരക്ഷിച്ചവർ, നമ്മുടെ ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോകത്തും ആ റഹ്മത്തും ബറക്കത്തും ലഭിക്കുന്നവരിൽ അവരെയും നമ്മെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്ത് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു സൂറത്താണ് കുറഞ്ഞ ദിവസങ്ങളിലായി അല്പനേരം നാം സംസാരിക്കുന്നത്. നാം ഈ പറയുന്നത് ഈ സൂറത്തിന്റെ മുഴുവൻ വിശദീകരണങ്ങൾ അല്ല. മുഴുവൻ വിശദീകരണങ്ങളും പറയാൻ നമുക്ക് നമ്മുടെ ഈ ചെറിയ അറിവ് കൊണ്ട് അള്ളാഹുവിന്റെ മഹാന്മാരായ ഖുർആൻ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചത് പറയാൻ ഇനിയും ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വരും. പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവ്യാപ്തി അങ്ങനെയാണ്. ഒരു ആയത്തിൽ നിന്ന് തന്നെ 100 കൂട്ടം വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അർത്ഥ വ്യാപ്തിയും വിശദീകരണവും ഖുർആനിലുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിലെ മുഴുവൻ ആശയങ്ങളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പണ്ഡിതർ പഠിപ്പിച്ചത്. ഖുർആനിലെ 114 അധ്യായങ്ങളിലെ മുഴുവൻ വിശദീകരണങ്ങളും ആ ഒരൊറ്റ ആയത്തിലുണ്ട്. അതൊരു വെറുമ്പാക്ക് പറഞ്ഞതല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അത്രയധികം വിശദീകരിക്കപ്പെട്ട ഒരായത്തും കൂടിയാണ്. തൗബ സൂറത്തൊഴികെ എല്ലാ സൂറത്തിന്റെയും ആദ്യ ഭാഗത്ത് ഖുർആനിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരായത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തബാറക സൂറത്തിന്റെയും തുടക്കത്തിലുണ്ട്. പക്ഷെ നമ്മളത് വിശദമായി പറയാൻ ഒരുങ്ങിയാൽ വിശദീകരണം എവിടെയും എത്തൂല. വലിയ മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് തബാറക സൂറത്ത്. നാം എല്ലാവരും അത് ഓതുന്നവരാണ്, ഓതുന്നില്ലെങ്കിൽ ഓതി പതിവാക്കേണ്ടവരാണ്. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗവും തബാറക സൂറത്ത് ഓതാതെ ഒറ്റ രാത്രിയും നമുക്ക് കഴിഞ്ഞു പോകാൻ പാടില്ല. സയ്യിദത്തുന ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മെ പഠിപ്പിച്ചു, കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തബാറക സൂറത്തും സൂറത്തു സജ്ദയും എല്ലാ ദിവസവും ഓതാറുണ്ട്. അത് ഓതാതെ ഒറ്റ ദിവസവും അവിടുന്ന് ഉറങ്ങാറില്ല. അത്രയും പതിവാക്കി കൊണ്ട് നടന്നു എന്ന് മാത്രമല്ല, മഹത്വങ്ങൾ ധാരാളം എണ്ണിപ്പറഞ്ഞ ഈ സൂറത്തിന് ധാരാളം നാമങ്ങളുണ്ട്. സൂറത്തുൽ മാനിഅ, സൂറത്തുൽ മുൻജിയ, സൂറത്തുൽ വാഖിയ, വാഖിഅ എന്നല്ല വാഖിയ, ഖാഫ് കഴിഞ്ഞിട്ട് യ, സൂറത്തുൽ മുജാദില, സൂറത്തു തബാറക, സൂറത്തുൽ മുൽക്ക് തുടങ്ങി 8-ലധികം നാമങ്ങൾ ഖുർആൻ പണ്ഡിതർ ഈ സൂറത്തിന് പറഞ്ഞിട്ടുണ്ട്. അത്രയും മഹത്വമുള്ള ഈ സൂറത്തിനെ സംബന്ധിച്ച് മഹത്വം പഠിപ്പിക്കുന്നതിന് തുടക്കം എന്ന നിലക്ക് 2-3 ഹദീസുകൾ പറയണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സൂറത്തൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത്, മാഹിയ ഇല്ലാ 30 ആയ, 30 ആയത്തുകൾ മാത്രമേ ആ സൂറത്തിലുള്ളൂ. ശഫാഅത്തുൽ റജുലിൻ, ഒരാൾക്ക് വേണ്ടി അത് ശുപാർശ ചെയ്യും. ഹത്താ ഗുഫിറ ലഹു, അങ്ങനെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന സൂറത്താണത്.
ഷഫാഅത്ത് ചെയ്യുന്ന, അതിന് പ്രത്യേകം അർഹതയും അധികാരവുമുള്ള വിശുദ്ധ ഖുർആനിൽ നിന്ന് എണ്ണിപ്പറഞ്ഞ ഒരു സൂറത്താണ് തബാറക സൂറത്ത്. ഷഫാഅത്ത് ചെയ്യും എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ മുന്നിൽ ഒരു വ്യക്തിക്ക് വല്ല വൈകല്യവും ഉണ്ടെങ്കിൽ അത് മാപ്പാക്കി കൊടുക്കാൻ വേണ്ടി അങ്ങേയറ്റം കേണപേക്ഷ നടത്തുന്ന ഒരു സൂറത്ത് കൂടിയാണ്. സൂറത്തും ഫിൽ ഖുർആനി ഖാസമത്തൻ സ്വാഹിബിഹാ, ഖുർആനിലെ ഒരു സൂറത്ത് അത് ഓതുന്ന ആൾക്ക് വേണ്ടി പക്ഷം ചേർന്ന് സംസാരിക്കും. തർക്കിക്ക എന്നൊക്കെ നമ്മൾ പറയുന്ന, അള്ളാഹുവിനോട് തർക്കിക്കല്ല, അള്ളാഹുവിന്റെ മുന്നിൽ ഈ വ്യക്തിയെ നീ രക്ഷപ്പെടുത്തണം എന്ന് കൂടുതൽ കൂടുതൽ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. ഹത്താ അദ്ഖലത്തുൽ ജന്ന, റെക്കമെൻഡ് ചെയ്യുക മാത്രമല്ല, അത് ഓതുന്നവരെ തബാറക സൂറത്ത് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട ഒരാള് ഒരു സ്ഥലത്തൊരു ചെറിയ ടെന്റ് കെട്ടി. ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന ഹദീസാണ്. ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി ഒരു ചെറിയ ടെന്റ് കെട്ടി. അവിടെ ഖബറുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്ന് തബാറക സൂറത്ത് ഓതുന്നത് അദ്ദേഹം കേൾക്കുകയാണ്. ഈ ടെന്റ് കെട്ടിയിട്ട് അവിടെ ഇരിക്കുമ്പോ താഴ്ഭാഗത്ത് നിന്ന് തബാറക സൂറത്ത് ഓതുന്നത് കേൾക്കുന്നു. കേൾക്കാനൊരു കഴിവ് വേണം, എല്ലാവർക്കും അതിന് കഴിയില്ല. കാണാനും പ്രത്യേക ഒരു കഴിവ് വേണം. ഖബറിനുള്ളിൽ നടക്കുന്ന സംഗതികൾ നേർക്കുനേരെ നോക്കി പറയുകയും ശിക്ഷ കേട്ടുകൊണ്ട് അവർ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്ന് നോക്കി പറയുകയും ചെയ്തിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കളിൽ ഒരുപാട് നബിമാരങ്ങനെ ചെയ്തിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങി ഒരുപാട് നബിമാർ ഖബറാളികൾ അനുഭവിക്കുന്ന ശിക്ഷയെപ്പറ്റി പുറത്തു പറയുകയും ആ ശിക്ഷയുടെ കാരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്വഹാബി തബാറക സൂറത്ത് ഓതുന്നത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഒരു വിവരം പറഞ്ഞു. ഖബറുണ്ട് എന്നറിയാതെ ഒരു സ്ഥലത്ത് ഞാൻ വിശ്രമിക്കാൻ വേണ്ടി ചെറിയ ഒരു ടെന്റ് കെട്ടി. അപ്പോഴാണ് ഭൂമിയുടെ അടിയിൽ നിന്ന് തബാറക ഓതുന്നത് കേൾക്കുന്നത്. അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹിയൽ മാനിഅതു, ആ സൂറത്തിന് അൽ മാനിഅ എന്നൊരു പേര് പറഞ്ഞു. അൽ മാനിഅ, തടയുന്നത്. തടയുന്നത്. ഹിയൽ മുൻജിയതു, രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. തുൻജീഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. ഖബറിന്റെ ഉള്ളിൽ ഒരാൾ ഖുർആൻ ഓതി എന്നാണ് ഇപ്പൊ ഈ ഹദീസിൽ നമ്മൾ പറഞ്ഞു കേട്ടത്. അതൊക്കെ വലിയ സൗഭാഗ്യമുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ദുനിയാവിൽ വെച്ച് ഓതിയിട്ടും നിസ്കരിച്ചിട്ടും എത്രയായിട്ടും അതിന്റെ ആഗ്രഹം തീരാത്തവർ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. പല മഹാന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇസ്രാ നടത്തുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തൂടെ ഞാൻ നടന്നു പോകുമ്പോ റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മൂസാ നബി അലൈഹിസ്സലാം കുറെ നേരത്തെ മരണപ്പെട്ടു പോയ നബിയാണ്. വഫാത്തായി പോയ ആ നബിക്ക് ദുനിയാവിലുള്ള ഏറ്റവും നല്ല സന്തോഷകരമായ അമലാണ് നിസ്കാരം. അതാണ് ഖബറിൽ വെച്ച് നിർവഹിക്കുന്നത് കണ്ടത്. പുറത്തു നിന്ന് ഖബറിന്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു കഴിവ് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല നൽകുന്ന ഒരു കഴിവാണ്. അതുകൂടി മനസ്സിലാക്കണം. ഖബർ ശിക്ഷ നമുക്കൊക്കെ കേൾപ്പിച്ചാൽ എന്താന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ടാവും ആൾക്കാരെ മനസ്സിൽ. കുറച്ചൊക്കെ ഖബർ ശിക്ഷ നമുക്കും കേട്ടൂടെ? നമ്മൾ കേട്ടാ അതോടുകൂടെ കഴിഞ്ഞു. പിന്നെ അടുത്ത നിസ്കാരത്തിന് ജനാസ നിസ്കാരം നിസ്കരിക്കേണ്ടി വരും. ഖബർ ശിക്ഷ നമുക്ക് കേൾപ്പിക്കാൻ അല്ലാഹു തആലക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലാ അന്നകും ദുഫിൻതും, നിങ്ങളെ മറവ് ചെയ്യപ്പെടൂലായിരുന്നുവെങ്കിൽ ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി ശൈആ,
ഖബർ ശിക്ഷയിൽ നിന്നൊരൽപ്പം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങളൊക്കെ മരിച്ച് ഖബറിന്റെ ഉള്ളിലേക്ക് വരാനുള്ളവരാണല്ലോ. ചിലർക്കൊന്നും പറഞ്ഞാൽ അത് ദഹിക്കുകയില്ല. ഖബറിൽ അങ്ങനെ ഒരു ശിക്ഷയോ? അത്ര വലിയ ഘോര ശബ്ദമാണെങ്കിൽ പുറത്തേക്കത് കേൾക്കണ്ടേ എന്നൊക്കെ സംശയം ചോദിക്കും ചിലര്. അള്ളാഹുവിന്റെ കഴിവിൽ ഇതൊന്നും സഹോദരങ്ങളെ ഒരു വലിയ വിഷയം അല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ എത്രയും സ്വകാര്യയിൽ ഏത് കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയും. ലോകത്തതിന് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന അവസ്ഥ നോക്കിയിട്ട് പുറത്തുള്ള ആളുകളോട് വിവരം പറയുന്നത് മഹാന്മാർക്ക് അല്ലാഹു നൽകിയ വലിയൊരു ബഹുമാനമാണ്. ഖബറിന്റെ ഉള്ളിൽ അമൽ ചെയ്യുക അതും വലിയ ബഹുമാനമാണ്. 50 കൊല്ലക്കാലം തഹജ്ജുദിന് എഴുന്നേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദൻ മിൻ ഖൽഖിക സ്വലാത ഫീ ഖബ്രിഹി ഫഅതിനിഹാ. അല്ലാഹുവേ, നിന്റെ പടപ്പുകളിൽ ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ നീ അവസരം കൊടുക്കുന്നുവെങ്കിൽ എനിക്കത് തരണേ അല്ലാഹ്. എന്നെ ഞാൻ മരിച്ചിട്ട് ഖബറിലേക്ക് അങ്ങോട്ട് ജനങ്ങൾ കൊണ്ടുപോയി കിടത്തിയാൽ എനിക്ക് ആ ഖബറിൽ നിസ്കരിക്കാൻ നീ അവസരം തരണം എന്ന് 50 കൊല്ലം ദുആ ചെയ്ത മഹാനാണ് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു. ചെറിയ ആളാണെന്ന് കരുതരുത്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന് 10 കൊല്ലം ഖിദ്മത്ത് എടുക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനല്ലേ അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു. എന്റെ ഉപ്പമാരോട് സഹോദരങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത് വല്ലാത്തൊരു പൊരുത്തമാണ്. അനസ് റളിയല്ലാഹു അൻഹു എപ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോ 2 കൈയിന്റെ മേൽഭാഗത്തും അത്തർ പൂശുന്നൊരു സ്വഭാവമുണ്ട്. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എന്തിനാണ് അനസ് തങ്ങളെ ഇങ്ങനെ അത്തർ തേക്കുന്നത്? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ശിഷ്യൻ സാബിത്തുൽ ബുനാനി എന്നെ കണ്ടാൽ എപ്പോൾ കാണുമ്പോഴും 2 കൈയും ഇങ്ങനെ മുറുകെ പിടിക്കും. എന്നിട്ട് തുരുതുരാ എന്റെ കരം ചുംബനം നടത്തും. എന്നിട്ട് പറയും, അള്ളാഹുവിന്റെ റസൂലിന്റെ കരം സ്പർശിക്കാൻ ഭാഗ്യം കിട്ടിയൊരു കൈയല്ലേ, എങ്ങനെ ഞാൻ ചുംബിക്കാതെ വിടും? എപ്പ കണ്ടാലും എന്റെ ശിഷ്യൻ എന്റെ കൈ പിടിച്ചുകൊണ്ട് മുത്തും. നമുക്ക് അങ്ങനെ ഒരു പൊരുത്തം കിട്ടണമെങ്കിൽ ചുംബനം സുന്നത്തുള്ളവരെ കൈയൊക്കെ ചുംബിക്കണം. കൈ ചുംബിക്കൽ സുന്നത്തുള്ള ഒരു വിഭാഗമാണ് ബാപ്പയും ഉമ്മയും, വല്യുപ്പയും വല്യുമ്മയും. ഇവിടെ വല്യപ്പാന്നല്ലേ പറയാ, വേറെ പേരുണ്ട്. ഉപ്പാപ്പ, അങ്ങനെ ആയിക്കോട്ടെ. ഉപ്പാപ്പയും ഉമ്മാമയും. ആളുകൾക്ക് അത് സംശയം, സ്വന്തം ബാപ്പാന്റെ കൈ പിടിക്കും. അതെ, ബാപ്പ അത്ര വലിയ ആലിമൊന്നുമല്ല, ബാപ്പ ഒരു കച്ചവടക്കാരനാണ്. ശരി, ബാപ്പക്ക് ക്വാളിഫിക്കേഷൻ അടിസ്ഥാനത്തിലല്ല, ബാപ്പക്ക് ഇൽമിന്റെ ഉയർച്ചയോ ഇബാദത്തിന്റെ ഉയർച്ചയോ നോക്കിയിട്ടല്ല ചുംബനം സുന്നത്തായത്. ബാപ്പ നമുക്ക് ജന്മം നൽകുന്നതിന് നിമിത്തമായി കാരണമായി വർത്തിച്ചു എന്ന നിലക്കാണ്. അതാണ് ബാപ്പക്കും ഉമ്മക്കുള്ള ഏറ്റവും വലിയൊരു സ്ഥാനം. അവര് വിജ്ഞാനം കുറഞ്ഞവരാണെങ്കിലും നിന്റെ കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ നിന്റെ അത്ര ഇൽമ അവർക്കില്ലെങ്കിലും നിനക്ക് എല്ലാ ഭാഷയും എഴുതാനും വായിക്കാനും അറിയും. ബാപ്പക്ക് അങ്ങനെ അറിയില്ല, നീ നോക്കണ്ട. ഉപ്പാക്ക് അങ്ങനെ നിന്നെ പോലെയുള്ള ബിരുദങ്ങളൊന്നുമില്ല. നിന്റെ സർട്ടിഫിക്കറ്റ് തന്നെ വെച്ചാൽ ഒരു പെട്ടി നിറയുണ്ടാവും. ബാപ്പക്ക് അത്രയൊന്നുമില്ല. ബാപ്പാകെ 5ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് 9ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, മതി. ആ ഉപ്പ എന്ന അർത്ഥത്തിലുള്ള ആ ഒരു ബഹുമാനം ചെറുതല്ല. ഉമ്മ എന്ന നിലക്കുള്ള ബഹുമാനവും ചെറുതല്ല. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു എന്നെ കാണുമ്പോഴൊക്കെ കൈപിടിച്ച് ചുംബിക്കും. അതുകൊണ്ടാണ് ഞാൻ അത്തർ തേക്കുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ അനസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു 50 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു. എപ്പോഴാ ദുആ? അന്തിപ്പാതിര നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം. എന്താണ് ദുആ ചെയ്തത്? നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ അവസരം കൊടുക്കുന്നുവെങ്കിൽ ഫഅതിനിഹാ,
എനിക്കത് നൽകണേ അല്ലാ. നിസ്കാരം മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് വെച്ചു. സഹോദരങ്ങളെ, ഖബറിലേക്ക് വെച്ചിട്ട് മുകൾ ഭാഗത്ത് കല്ലിങ്ങനെ അടുക്കി വെച്ചു. മൂടുകല്ല് വെക്കുക എന്ന് കേട്ടിട്ടില്ലേ? കല്ലൊക്കെ അടുക്കി വെച്ച ശേഷം മണ്ണ് വാരിയിടാൻ വേണ്ടി കല്ല് ക്ലിയർ ആക്കി വെച്ച ആള് മുകളിലേക്ക് കയറിയപ്പോ ഒരു ഭാഗത്ത് നിന്ന് ഒരു കല്ല് താഴോട്ട് വീണുപോയി. ഒരു ഇഷ്ടിക താഴോട്ട് വീണപ്പോ അതൊന്ന് എടുത്ത് ശരിയാക്കി വെക്കാൻ വേണ്ടി വീണ്ടും ഖബറിലേക്ക് ഇറങ്ങിയപ്പോ വഹുവ ഖായിമുൻ യുസല്ലി, സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു നിന്ന് നിസ്കരിക്കുന്നു. ഖബറിലേക്ക് വെച്ച ഉടനെ തന്നെ അല്ലാഹു തആല തൗഫീഖ് നൽകി, ഭാഗ്യം നൽകി. മണ്ണൊക്കെ മൂടിയിട്ട് അവര് പുറത്തു പോകുമ്പോ യസ്മഊന തിലാവത്തൽ ഖുർആനി മിൻ ഖബരിഹി, ആ ഖബറിനകത്ത് നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കുന്നു. എന്തൊരു സന്തോഷാണ്! ഖബറിന്റെ ഉള്ളിൽ സ്വന്തം ഉസ്താദിന്റെ വലത്തെ കൈ അനങ്ങാത്തത് കണ്ടപ്പോ എത്രയോ സമയം ആ ഖബറിന്റെ സമീപത്തിൽ നിന്ന് ദുആ ചെയ്ത് ആ കയ്യിന് ശരിയായ സൗന്ദര്യാവസ്ഥ വാങ്ങിക്കൊടുത്തില്ലേ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഖബറാകത്തുസ്താദേ കുറവാക്കി കണ്ടാരേ, ഖബറങ്ങൾ നിന്നിട്ട് നികിച്ച് വിട്ടോവർ. അവിടുത്തെ ഉസ്താദായ ശൈഖ് ഹമ്മാദു ദബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവന ഖബറിന്റെ ഉള്ളിൽ വലത്തെ കൈ അനങ്ങാത്തത് കണ്ടപ്പോ വലത്തെ കൈയിന് സ്വാധീനത്തിന്റെ കുറവ് കണ്ടു. ഇടത്തെ കൈയിന് പ്രശ്നമില്ല, രണ്ട് കാലുകൾക്കും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കൊന്നും പ്രശ്നമില്ല. വലത്തെ കൈയിന് സ്വാധീനത്തിന്റെ കുറവ് കണ്ടപ്പോൾ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കുറെ നേരം അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്ത ശേഷം പിന്നെ മഹാനവർകൾ ഉസ്താദിന്റെ ഖബറിന്റെ ഉള്ളിൽ വലത്തെ കൈ ഇടത്തെ കൈ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന അവസ്ഥയും അതിന്റെ നല്ല സന്തോഷകരമായ അവസ്ഥയും കണ്ടപ്പോ തിരിച്ചു നിന്നുകൊണ്ട് ശിഷ്യന്മാരിലേക്ക് തിരിച്ചു നിന്നുകൊണ്ട് പുഞ്ചിരിക്കുമ്പോ ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഉസ്താദേ, കുറെ നേരം നിങ്ങൾ ഒറ്റക്ക് തന്നെ സിയാറത്ത് ചെയ്തല്ലോ, എന്താണ് അതിന്റെ കാര്യം? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉസ്താദിന്റെ വലത്തെ കൈ അനങ്ങാത്ത രൂപം കണ്ടപ്പോ ഞാൻ അല്ലാഹുവിനോട് ആ വിഷയത്തിൽ ശഫാഅത്ത് ചോദിക്കുകയാണ്. എന്റെ ശഫാഅത്ത് കേട്ടപ്പോൾ എല്ലാ ഔലിയാക്കളും ഇതേ വിഷയത്തിൽ അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തി. എന്റെ ഉസ്താദിന്റെ വലത്തെ കൈയിന് നല്ല സ്വാധീനവും ശക്തിയും അല്ലാഹു തിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തിരിച്ചു പോന്നു. പക്ഷേ മഹാനവർകൾ ദർസ് നടത്തുന്ന സ്ഥലത്തെത്തിയപ്പോ ഈ ഖബറിനകത്തുള്ള ഹമ്മാദു ദബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട പലരും അത് എതിർത്തു. അങ്ങനെ ഉണ്ടാകൂല, അത് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈ മദ്രസയിൽ നിന്ന് പുറത്തു പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം, ഇതിന്റെ മുറ്റത്ത് തന്നെ നിൽക്കണം. ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ പറ്റുന്ന രണ്ട് സാക്ഷികൾ വന്നിട്ട് റിപ്പോർട്ട് കേട്ടിട്ടേ നിങ്ങൾ പോകാവൂ, അല്ലാതെ നിങ്ങൾ പോകരുത്. എത്ര സമയം നിങ്ങൾ കാത്തു നിൽക്കേണ്ടി വന്നാലും ഇവിടെ നിൽക്കണം. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ട് വലിയ പണ്ഡിതന്മാർ, ഒന്ന് ബഹുമാനപ്പെട്ട ശൈഖ് യൂസുഫുൽ ഹമദാനി റളിയല്ലാഹു അൻഹു, വേറെ അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന വേറൊരു പണ്ഡിതനും, രണ്ടുപേരും വന്നിട്ട് പറഞ്ഞു, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആ പറഞ്ഞത് ശരിയാണ്. ഹമ്മാദു ദബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിന് അല്ലാഹു തആല നല്ല സൗന്ദര്യവും സ്വാധീനവും മടക്കി കൊടുത്തു എന്ന് പറഞ്ഞതും നേരത്തെ അതിനുള്ള നിശ്ചലാവസ്ഥ പറഞ്ഞതും രണ്ടും ശരിയാണ്. അപ്പൊ ജനങ്ങളെല്ലാം ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മുന്നിൽ പോയി മാപ്പ് പറഞ്ഞു. എതിർത്ത ആളുകളൊക്കെ സമ്മതിച്ചു. പറഞ്ഞു വന്നത് ഖബറിന്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിക്കാണാനുള്ള കഴിവ്, അത് മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാഹു നൽകുന്നതാണ്. ആ കഴിവുള്ളതും വലിയൊരു കഴിവ് തന്നെയാണ്. ഇവിടെ ഭൂമിക്കടിയിൽ നിന്ന് ഖുർആൻ ഓത്ത് കേട്ടില്ലേ സ്വഹാബി? തബാറക സൂറത്ത് ഓതുന്നത് കേട്ടിട്ടില്ലേ വിഷയം പോയി പറഞ്ഞത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അത് ശരിയാണ്. യൽ മാനിഅതു
മാനിഅതു, ആ സൂറത്തിന് അൽ മാനിഅ എന്ന് പേരുണ്ട്. അത് തടയുന്ന സൂറത്താണ്. ഹിയൽ മുൻജിയ, രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. തുൻജീഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് ആ സൂറത്ത് രക്ഷപ്പെടുത്തും. സഹോദരങ്ങളെ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഈ സൂറത്ത് വലിയ മഹത്വമുള്ള സൂറത്താണ്. ഈ സൂറത്ത് മുഴുവനും ഒറ്റയടിക്കാണ് അല്ലാഹു തആല ഇറക്കിയത്. ഓരോ ഭാഗങ്ങൾ അവതരിപ്പിച്ചതല്ല. 30 സൂറത്തും ഒരുമിച്ചാണ് അല്ലാഹു തആല ഇറക്കി കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാത്രം ഇറക്കി കൊടുത്തൊരു സൂറത്തല്ല ഇത്. തൗറാത്തിലും ഉണ്ട്, ഇഞ്ചീലിലും ഉണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ മഹത്വം കഴിഞ്ഞ കാല മുഅ്മിനീങ്ങൾക്കൊക്കെ നൽകിയിട്ടുണ്ട്, നമുക്ക് മാത്രമല്ല. അതിനെ സംബന്ധിച്ചൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ ഹദീസ് കേട്ടപ്പോഴാണ് മദീനത്തുള്ള സർവ്വ ആളുകളും, മക്കയിൽ നിന്ന് അവതരിച്ച സൂറത്താണിത്, ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിന്റെ മഹത്വം പറയുന്നത് കേട്ടപ്പോ, ഒരൊറ്റ ഹദീസ് കേട്ടപ്പോ ആ നാട്ടിലുള്ള ചെറിയവരും വലിയവരും, ആണുങ്ങളും പെണ്ണുങ്ങളും, പ്രായമുള്ളവരും അല്ലാത്തവരും ഒക്കെ ഈ സൂറത്ത് കാണാതെ പഠിച്ചുപോയി. കണ്ടിട്ടല്ല, കാണാതെ ഓതി പഠിച്ചുപോയി. കാണാതെ പഠിച്ചതിനൊക്കെ ഒരു സൗന്ദര്യം അനുഭവിക്കാൻ കഴിയുന്നത് ദുനിയാവെന്ന് മാത്രമല്ല, ആഖിറത്തുനിന്നും കൂടിയാണ്. ഒറ്റക്ക് കിടക്കുന്ന ആ കിടത്തത്തിൽ ഈ സൂറത്തിന്റെ മഹത്വം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അതിനു മാത്രം ഈ സൂറത്തുമായി നമ്മുടെ ശരീരത്തിന് ആത്മബന്ധം വേണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ സൂറത്തിനോട് അത്രയും വലിയൊരു കണക്ഷൻ വേണം. എത്ര പരിപാടി ഉണ്ടായാലും, തിരക്കുണ്ടായാലും, പ്രോഗ്രാം ഉണ്ടായാലും, ഒരു 30 സൂറത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് സാവകാശം ഓതിയിട്ട് തീരുന്ന ഒരു സൂറത്ത് നമ്മൾ മറന്നേക്കരുത്. ജീവിതത്തിൽ അത് പതിവാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മുൻഗാമികളിൽപ്പെട്ട ഒരാള് മരിച്ചു. അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് അദ്ദേഹത്തിനോടൊപ്പം ആകെ ഒരു തബാറക സൂറത്ത് മാത്രമേ ഉള്ളൂ, വേറൊന്നും കാര്യമായിട്ട് പരിചയമില്ല. ഈ ഉമ്മത്തിൽപ്പെട്ട ആളല്ല, മുൻഗാമികളിൽപ്പെട്ട ഒരാൾ. കുഴിയിൽ ഒറ്റക്ക് കിടക്കുന്ന കുഴിയിൽ കൊണ്ടുപോയി വെച്ചപ്പോ ഒന്നിങ്ങനെ ആലോചിച്ചു, നേരെ കൺമുന്നിൽ കാണുന്ന സ്ഥലം നമ്മെ നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നാ വരുന്നതെന്ന് ചോദിച്ചിട്ട്, പള്ളിന്റെ ചുറ്റുഭാഗത്തും കാണുന്ന സ്ഥലം എന്നും നമ്മളെ നോക്കുന്നുണ്ട്, വരാനായില്ലേ എന്ന നിലക്ക് ഒറ്റക്ക് കുഴിയിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചപ്പോ ഈ സൂറത്തിന്റെ പ്രകാശം ആ ഒറ്റക്ക് കിടക്കുന്ന മനുഷ്യന്റെ മുഖത്തിങ്ങനെ ജ്വലിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വന്നപ്പോ ഈ സൂറത്തിന്റെ പ്രകാശം കണ്ടപ്പോ മലക്കുകൾ പറഞ്ഞു, ഇന്നക മിൻ കിതാബില്ലാഹ് വഅന അക്റഹു ശിഖാഖക, നീ അല്ലാഹുവിന്റെ കിതാബിൽപ്പെട്ട ഒരു സൂറത്തല്ലേ, നിന്നോട് എതിർക്കുന്നത്, വിയോജിക്കുന്നത് എനിക്ക് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ വല്ലതും ചെയ്യണമെങ്കിൽ നീ ഒന്ന് മാറി നിൽക്കണം. സൂറത്ത് പറഞ്ഞു, ഈ മനുഷ്യനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നത്. സൂറത്ത് അവിടുന്ന് പറഞ്ഞു, റബ്ബേ ഇന്ന ഫുലാനൻ അമിദ ഇലയ്യ മിൻ ബൈനി കിതാബിക്, ഈ കിടക്കുന്ന ആള് നിന്റെ കിതാബിൽ നിന്ന് എന്നെ പ്രത്യേകം ലക്ഷ്യം വെച്ചു. ഫതഅല്ലമനി, എന്നെ പഠിച്ചു, എന്നെ നന്നായി ഓതി. അഫമുഹ്രിഖുഹു അൻത ബിന്നാർ വമുഅദ്ദിബുഹു വഅന ഫീ ജൗഫിഹി. തബാറക സൂറത്ത് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹ് ഞാൻ ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടായിരിക്കെ, എന്നെ കാണാതെ പഠിച്ച ഈ വ്യക്തിയുടെ ഉള്ളിൽ ഞാൻ ഉണ്ടായിരിക്കെ, ഈ മനുഷ്യനെ നീ ശിക്ഷിക്കുകയാണോ, ഖരിക്കുകയാണോ? അങ്ങനെ നീ ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ ഫംഹുനി മിൻ കിതാബിക്, നിന്റെ കിതാബിൽ നിന്ന് എന്നെ മായ്ച്ചു കളയണേ അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ല, നിന്റെ ശഫാഅത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. സൂറത്തുൽ മുൽക്ക് ആ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ മനുഷ്യൻ ഒരുപാട് ഓതിയ നാവില്ലേ, ആ മനുഷ്യന്റെ വായയില്ലേ, വായന്റെ ഭാഗത്ത് വന്നുകൊണ്ട് സൂറത്തുൽ മുൽക്ക് പറയുന്നു, മർഹബം ബിഹാദൽ ഫമി ഫറുബ്ബമാ തലാനി. എന്തൊരു നാവാണ് ഈ നാവ്, എന്തൊരു വായയാണ് ഈ വായ, എത്രയാണ് എന്നെ ഓതിയത്. വമർഹബം ബിഹാദസ് സ്വബിരി ഫറുബ്ബമാ വഅനി. ഈ നെഞ്ചിന് സന്തോഷം, ഈ കാണുന്ന ഈ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം, എന്നെ കാണാതെ പഠിച്ചല്ലോ. വമർഹബം ബിഹാതൈനിൽ ഖദമൈൻ. ഈ രണ്ട് കാലിനും സന്തോഷം. ഫറുബ്ബമാ ഖാമതാ ബി. എന്നെ ഓതുമ്പോ ചിലപ്പോഴൊക്കെ നിന്നുകൊണ്ട് ഓതിയിട്ടുണ്ട്. അപ്പൊ എന്നെ ഓതാൻ വേണ്ടിയല്ലേ രണ്ട് കാലും കൊണ്ട് നിന്നത്. എന്നിട്ട് ഖബറിന്റെ ഏകാന്തതയില് നേരം പോക്കിന് വേണ്ടി ഈ സൂറത്ത് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ മനുഷ്യന് ഖബറിന്റെ ഏകാന്തതയിൽ, ഇവിടെ നിങ്ങൾ നോക്ക്, ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇരിക്കാനും ഇബാദത്ത് ചെയ്യാനും കുറെ നേരം ദിക്ർ ചെല്ലാനൊക്കെ പഴയ കാലത്തല്ല, ഇപ്പോ മടിയായിരിക്കും. പഴയകാലത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദിക്റുകൾ ഒറ്റക്ക് ചൊല്ലി തീർക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, മഹാന്മാർ. പഴയ കാലത്തെ പള്ളികളിൽ പോയാൽ അതിനു വേണ്ടി തന്നെ കെട്ടിയുണ്ടാക്കിയ ചില മുറികളെ കാണാം. പൊന്നാനിയും വെളിയങ്കോടൊക്കെ പോയി നോക്കൂ നിങ്ങൾ. ആ പള്ളിയുടെ ഉള്ളിൽ റിയാദക്ക് വേണ്ടി ദിക്ർ ചൊല്ലി തീർക്കാൻ, ഖുർആനിന്റെ ഖത്ം ഓതി തീർക്കാൻ വേണ്ടി വേറെ ബന്ധങ്ങളൊന്നുമില്ലാതെ ജമാഅത്തിന്റെ സമയമാകുമ്പോ പുറത്തു വന്ന് ജമാഅത്തിൽ സംബന്ധിക്കും, സുന്നത്ത് നിസ്കരിച്ച് വീണ്ടും അകത്തേക്ക് കയറും. അങ്ങനെ ദിവസങ്ങളോളം കഴിഞ്ഞുകൂടി എത്രയോ ആളുകളാണ്. ഒരു മണിക്കൂർ കിട്ടുമോ നമ്മുടെ ശരീരത്തെ പിടിച്ചിരുത്താൻ? പ്രയാസം. ഒരു 10-20 മിനിറ്റ് ഓതുമ്പോഴേക്ക് നമ്മളെ കൈ അപ്പുറത്തുപ്പുറത്തുള്ള ഉപകരണങ്ങളിലൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു ഭാഗത്ത് ഓതുന്നുണ്ടാകും, ഒരു ഭാഗത്ത് നല്ല പണിയും നടക്കും, അല്ലെ? ഇപ്പുറത്ത് മൗലിദ് ഓതാണ്, മൗലിദ് നാവുകൊണ്ട് ഇങ്ങനെ ഓതാണ്, കൽബോണ്ട് മെസ്സേജ് ഇങ്ങനെ വായിക്കുവാണ്. രണ്ട് ശോല. നാവുകൊണ്ട് മൗലിദ് അങ്ങനെ ഓതുന്നു, മനസ്സുകൊണ്ട് മെസ്സേജ് വായിക്കും. എത്ര മെസ്സേജാ വന്ന അത്രയും. ഒന്ന് അതിലേക്കൊന്ന് മനസ്സിരുത്തി ചൊല്ലാൻ പോലും കുറച്ചു നേരം ഇരിക്കാൻ നമ്മുടെ ശരീരത്തെ പിടിച്ചിരുത്താൻ വലിയൊരു പ്രയാസം. ആ ഏകാന്തതയിൽ നേരം പോക്കിന് ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര വലിയ സന്തോഷം എന്തെങ്കിലും ഉണ്ടാകും? ഒന്നൊന്ന് വിലയിരുത്തി നോക്കിയാൽ എത്രമാത്രം വലിയൊരു സ്ഥലമാണ് ആ ഖബർ. ആ ഖബറിന്റെ ഉള്ളില് സഹോദരങ്ങളെ നമ്മളെ കിടത്തുന്നത് ചെരിച്ചാണെങ്കിലും മലർന്നിട്ട് കിടക്കാനും ഇരിക്കാനും നിൽക്കാനും ഒക്കെ വിശാലത ചെയ്യപ്പെടേണ്ട ആളുകൾ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഖബറുകളും ഒരുപോലെയല്ല. മുകൾ നോക്കിയാലൊക്കെ ഒരുപോലെയാണ്, അകം നോക്കിയാൽ പലതും പല രൂപത്തിലാണ്. എല്ലാം ഒരുപോലെ. ഈ മനുഷ്യന് ഖബറിന്റെ ഏകാന്തതയിൽ നേരം പോക്കിന് വേണ്ടി ഏകാന്തത അനുഭവപ്പെടുന്നത് എന്ന് കരുതിയിട്ട് നേരം പോക്കിന് വേണ്ടി ആ സൂറത്ത് കൂടെ ഉണ്ടാകും. ഈ ഹദീസ് അങ്ങ് പറഞ്ഞപ്പോൾ ലം യബ്ഖ സഗീറുൻ വലാ കബീറുൻ വലാ ഹുറുൻ വലാ അബ്ദുൻ ഇല്ലാ തഅല്ലമഹാ. മദീനയിലെ ചെറുതും വലുതും അടിമകളും സ്വതന്ത്രരും ആണും പെണ്ണും എല്ലാവരും തബാറക സൂറത്ത് പഠിച്ചു. എല്ലാവരും അത് ഓതാൻ വേണ്ടി പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം കൂടിയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, തബാറക സൂറത്ത് കാണാതെ പഠിക്കുന്നത്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. കുട്ടികൾ കണ്ടില്ലേ, നിങ്ങൾ കാണാതെ ഓതി പഠിക്കുന്ന തബാറക സൂറത്ത്. ചെറുപ്പത്തിൽ തന്നെ അവരത് പഠിച്ച് ശീലമാക്കി വരുന്നു. ഓതിയാൽ തന്നെ, നിത്യമായി ഓതിയാൽ തന്നെ കാണാതെ പഠിയും. തബാറക സൂറത്തിന്റെ മഹത്വം പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, അലാ അത്ഹഫുക ബിഹദീസിൻ തഫറഹു ബിഹി. സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഹദീസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നല്ല സന്തോഷമുള്ള ഒരു ഹദീസാണ്. കേട്ട ആള് പറഞ്ഞു, ബലാ, പറഞ്ഞോളൂ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖ്റ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്ത് നീ ഓതണം.
വഅല്ലിംഹാ അഹ്ലക്, നിന്റെ വീട്ടുകാർക്ക് നീ അത് പഠിപ്പിക്കണം. വജമീഅ വലദിക, നിന്റെ മക്കൾക്ക് മുഴുവനും പഠിപ്പിക്കണം. വസ്ബിയാന ബൈതിക, നിന്റെ വീട്ടിലെ എല്ലാ കുട്ടികൾക്കും പഠിപ്പിക്കണം. വജീറാനക, നിന്റെ അയൽവാസികൾക്കും നീ പഠിപ്പിക്കണം. ഫഇന്നഹൽ മുൻജിയതു വൽ മുജാദിലതു യൗമൽ ഖിയാമ. മുജാദില, തർക്കിക്കുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത്. ഓതുന്ന ആൾക്ക് വേണ്ടി, ഓതിയ ആൾക്ക് വേണ്ടി തർക്കിക്കും. പടച്ച റബ്ബിന്റെ മുന്നിൽ പറയും, അല്ലാഹുവേ, കുഴപ്പങ്ങളൊക്കെ ആൾക്ക് ഒരുപാടുണ്ട്, ശരിയാ, പക്ഷെ അയാളെ നരകത്തിലേക്ക് വിടാൻ പറ്റില്ല. എന്നെ ഓതിയ ആളാണ്, എല്ലാ ദിവസവും അതിനു വേണ്ടി രാത്രി കുറച്ച് ടൈം ചെലവഴിച്ച ആളാണ്. നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടും. ഇത് ഓതിയ ആളെ നരകശിക്ഷയിൽ കടത്തരുത്, നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടും. ഖബർ ശിക്ഷയിൽ നിന്നും ഇത് ഓതിയ ആള് രക്ഷപ്പെടും. ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഞാനത് വിശദീകരിക്കുന്നില്ല, നമുക്ക് അനുഭവിച്ചാലും കേട്ടാലും സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് ഖബറിലെ ശിക്ഷ. ഖബറിന്റെ ശിക്ഷ ചെറുതൊന്നുമല്ല, വളരെ ഗൗരവതരമാണ് ഖബറിന്റെ ഉള്ളിലുള്ള അദാബ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോ കരഞ്ഞിരുന്നത് വെറുതെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖബറിനകത്ത് അദാബൊന്നും ഇല്ലാതെ ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ ശേഷമുള്ള ജീവിതം മഹ്ശറിലേക്ക് വന്നിട്ടും മറ്റൊക്കെ എളുപ്പാണ്. ഖബറിന്റെ ഉള്ളിൽ തന്നെ കുടുങ്ങിയ ആളാണോ, പരീക്ഷണം അനുഭവിക്കേണ്ടി വന്ന, അദാബ് അനുഭവിക്കേണ്ടി വന്ന ആളാണോ, ശേഷമുള്ളത് വല്ലാത്ത പ്രയാസമാണ്, രക്ഷപ്പെടാൻ കഴിയില്ല. ആ ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ നൽകുന്ന സൂറത്ത്. ഈ വിഷയം ഇങ്ങനെ പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സൂറത്തിന്റെ മഹത്വം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലവദിത്തു അന്നഹാ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മതി, എന്റെ സമുദായത്തിലെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ സൂറത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കാണാതെ പഠിക്കണം. അത് നമ്മുടെ ഒരു ആഗ്രഹമല്ല, നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്താൽ, നിറവേറ്റി കൊടുത്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അവിടുന്ന് ആഗ്രഹിച്ചൊരാഗ്രഹം അത് നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുന്നത് തങ്ങളോടുള്ള മഹബത്തിന്റെ വലിയൊരു അടയാളം കൂടിയാണ്. അതുകൊണ്ടല്ലേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞത്, ആശൂറ നോമ്പ് മാത്രം നോറ്റുകൊണ്ട് നീ നിർത്തരുത്, താസുആ നീ നോൽക്കണം. എന്തേ താസുആ നോൽക്കാണെന്ന് പറയാൻ കാരണം, 9 മുഹറം 9 നോമ്പ് അതല്ലേ താസുആ. ആശൂറ നോമ്പാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോറ്റത്, താസുആ നോറ്റിട്ടില്ല. പക്ഷെ നോൽക്കാൻ വേണ്ടി തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ച നോമ്പാണ് മുഹറം 9 നോമ്പ്. സംഗതി വശാൽ 9 നോക്കാൻ നിനക്ക് പറ്റിയില്ല, എന്നാ പിന്നെ 10ഉം 11എങ്കിലും നോൽക്കണം. 10 മാത്രം നോറ്റ് നിർത്തരുത്. ഒരു നോമ്പ് മാത്രമാക്കാതെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു നോമ്പ് നോൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച ആഗ്രഹം 9 തന്നെ കഴിയോ, എന്നാ വലിയ മഹത്വം തന്നെ. അപ്പൊ അവിടുന്ന് ആഗ്രഹിച്ച ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുക, നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് അവിടുത്തെയോടുള്ള മഹബത്തിന്റെ ഒരു കാര്യം കൂടിയാണ്. ആ മഹബത്തിന്റെ ഒരു അടയാളമാണ് തബാറക സൂറത്ത് കാണാതെ പഠിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കുട്ടികൾ കാണാതെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഓദിപ്പിച്ചു നോക്കണം. രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. ഉസ്താദുമാരിലേക്ക് കൊണ്ട് പറഞ്ഞേച്ചാ പോരാ, കുട്ടികളെ ഓത്തി ഇരുന്ന് കേൾക്കണം. ഉസ്താദേ, അതിന് ഒഴിവില്ല, ഒഴിവുണ്ടാക്കണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി ഒഴിവുണ്ടാക്കിയതുപോലെ ഒഴിവുണ്ടാക്കണം. എല്ലാ കുട്ടികളെയും ഓത്ത് കേൾക്കാൻ വേണ്ടി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആയാൽ മഹാനവറുകൾ ഓതേണ്ട അൽക്കഫൊക്കെ ഓതി സ്വലാത്തൊക്കെ കുറെ ചൊല്ലിയ ശേഷം കുട്ടികൾ ഇങ്ങനെ വരി വരിയായി വിളിക്കും. ആദ്യം വലിയ കുട്ടിയെ, പിന്നെ രണ്ടാമത്തെ ആളെ, പിന്നെ അടുത്ത ആളെ, എല്ലാവരെയും വിളിച്ചിട്ട് ഖുർആൻ ഓതിപ്പിക്കും. പഠിച്ച ഭാഗങ്ങൾ നന്നായി ശ്രവിക്കും. ഓത്ത് പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രക്ഷിതാക്കളോട്, ഉപ്പമാരോട് ഞാൻ പറയട്ടെ, അവരടുത്തിരുന്നു കൊണ്ട് ഖുർആൻ ഒന്ന് കേൾക്കാനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തണം.
ബാപ്പമാരില്ലെങ്കിൽ വല്യപ്പാർക്കാണ് ആ ഡ്യൂട്ടി. ബാപ്പാര് പക്ഷേ വിദേശത്തുള്ളവരുണ്ടാവും. മക്കളെ നമ്മളെ ഏൽപ്പിച്ചു പോയിട്ടുണ്ടാവും. നമുക്കുള്ള ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഇതാണ്. താരാട്ടുപാടൽ മാത്രല്ല, കളിപ്പിക്കലും രസിപ്പിക്കലൊക്കെ നല്ലതാണ് കുട്ടികളെ കൂടെ കൂടിയിട്ട്. അത് മാത്രം പോരാ, കാര്യത്തിലും വേണം. ഒരു ഓത്ത് കേൾക്കണം, അവരെഴുതുന്ന എഴുത്ത് നോക്കണം, പഠിക്കുന്ന പാഠങ്ങൾ നോക്കണം. അതൊക്കെ നമ്മളെ ഒരു കർത്തവ്യമാണ്, നമ്മൾ നിർവഹിക്കണം. മോനെ എന്താ മദ്രസയിൽ നിന്ന് കാണാതെ പഠിക്കാൻ പറഞ്ഞു? സൂറത്ത് ഓദിക്കാം. അപ്പൊ കുട്ടി പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ തുടങ്ങിക്കോട്ടെ. എത്ര ആയത്തായി? 4 ആയത്തായി. 4 ആയത്ത് ഓദിച്ചു. പിറ്റത്തെ ആഴ്ച ആയപ്പോ 10 ആയത്തായി. 10 ആയത്തും ഓതി കേട്ടു. അങ്ങനെ അങ്ങോട്ട് തബാറക സൂറത്ത് 30 ആയത്തും ഓതി കാണാതെ പഠിച്ചത് നമുക്കൊണ്ട് ഓതി തരുമ്പോ എന്തൊരു സന്തോഷാണ്. നമ്മളെക്കാൾ അധികം ആ വിഷയത്തിൽ സന്തോഷിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കാണാതെ പഠിക്കാൻ കഴിയുന്നവരൊക്കെ തബാറക സൂറത്ത് കാണാതെ പഠിക്കണം. അത്രയും വലിയ മഹത്വമുള്ള ഒരു സൂറത്ത് നമ്മൾ കാണാതെ പഠിക്കാതെ പോകരുത്. നാളെ ഖബറിലെത്തുമ്പോ സന്തോഷം തരുന്ന, ആഖിറത്തിലെത്തുമ്പോ സന്തോഷം തരുന്ന നല്ല ഒരു സൂറത്താണ് തബാറക സൂറത്ത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിന്റെ മഹത്വം പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസും കൂടി പറഞ്ഞ് ഞാൻ നേരെ തഫ്സീറിലേക്ക് കടക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു അത്ഭുതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു അത്ഭുത വാർത്ത ഞാൻ കേട്ടത്. മഹാനവർകൾ പറയാണ്, കൂടുതൽ തെറ്റ് ചെയ്തൊരു മനുഷ്യൻ മരണപ്പെട്ടു പോയി. കൂടുതൽ തെറ്റയാൾ ചെയ്തിട്ടുണ്ട്. കാന കസീറൽ ദുനൂബി മുസ്രിഫൻ അലാ നഫ്സിഹി, ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ശരീരത്തിന് ആ തെറ്റുകുറ്റങ്ങളുടെ ഭാരം നൽകി മരണപ്പെട്ടു പോയൊരു വ്യക്തി ഖബറിൽ അദ്ദേഹം ചെന്ന് കിടക്കുമ്പോ തലഭാഗത്തിലൂടെയും കാൽഭാഗത്തിലൂടെയുമൊക്കെ ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ ഒരുങ്ങുമ്പോ അഖ്ബലത്തി സൂറത്തുൽ ലതീഫി ഹത്തൈർ, പക്ഷിയെ പറ്റി പറയുന്ന സൂറത്ത് തബാറക സൂറത്താണ്. പക്ഷിയുടെ ചില വിഷയങ്ങൾ അള്ളാഹു പക്ഷികൾക്ക് നൽകിയ വിഷയങ്ങളും കഴിവുകളൊക്കെ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ചുള്ള ദൃഷ്ടാന്തമായി പഠിപ്പിക്കുന്നുണ്ട് തബാറക സൂറത്തിൽ. ആ തബാറക സൂറത്ത് വരുന്നു, തുജാദിലു അൻഹുൽ അദാബ്, ഈ മനുഷ്യനെ ശിക്ഷിക്കാൻ വിട്ടുകൊടുക്കാതെ തർക്കിക്കുകയാണ്. അന്നഹു കാന യുഹാഫിദു അലയ്യ, ഇയാളെന്നെ പതിവായി ഓതുന്ന ആളാണ്. വഖദ് വഅദനി റബ്ബി അന്നഹു മൻ വാളബ അലയ്യ അല്ലാ യുഅദ്ദിബഹു, റബ്ബനോട് ചെയ്തൊരു വാഗ്ദത്തമുണ്ട്, എന്നെ പതിവാക്കിയവരെ ശിക്ഷിക്കൂലാന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശിക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിക്കരുത്. ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന മലക്കുകളോട് പിരിഞ്ഞു പോകാൻ പറയുന്നു. സർവ മുഹാജിറുകളും അൻസാറുകളും തബാറക സൂറത്ത് പഠിക്കുകയും മക്കൾക്ക് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്വഹാബത്ത് പറയുന്നൊരു വാക്കുണ്ട്, അൽ മഗ്ബൂനു മല്ലം യതഅല്ലംഹാ, തബാറക പഠിക്കാത്തവൻ നഷ്ടം സംഭവിച്ചവനാണ്. അൽ മഗ്ബൂനു മല്ലം യതഅല്ലംഹാ, അൻസാറുകളും മുഹാജിറുകളും സാധാരണ പറയുന്നൊരു വാക്കാണ്. തബാറക പഠിക്കാത്തവൻ, ഓതി പഠിക്കാത്തവരെ പറ്റിയാണ് ആ പറഞ്ഞത്. ആശയങ്ങൾ വ്യക്തമായി എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ല, അറിയൽ നിർബന്ധവുമില്ല. പക്ഷേ അറിയൽ സുന്നത്തുണ്ട്. ഓതുന്നതിന് ഇഖ്ലാസ് കൂടാനും ചിന്തിച്ചു ഓതാനും ഒക്കെ നല്ലതാണ്. അർത്ഥം അറിയുന്നതും പഠിക്കുന്നതും വിശുദ്ധ ഖുർആനിന്റെ സാരാംശങ്ങൾ പഠിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഓതി പഠിക്കാത്തവരെ പറ്റിയാണ് ഈ പറഞ്ഞത്. അൽ മഗ്ബൂനു മല്ലം യതഅല്ലംഹാ, തബാറക പഠിക്കാത്തവന് നഷ്ടം തന്നെ. ഉസ്താദെ, പ്രായം ഒരു 19 ഇനി എങ്ങനെ പഠിക്കാം? പ്രായഭേദമന്യേ പഠിപ്പിക്കാൻ ഉസ്താദ്മാർ ഒരുക്കാണ്. നിങ്ങൾ വന്നാ മതി. ആരോടും പറയാതെ സ്വകാര്യമായിട്ട് അവർ ഓതിത്തരും. അതിനെ പറ്റി റൂമൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ആർക്കും പ്രവേശനമല്ല. ഒരു ചെറിയ കാര്യം സ്വകാര്യത്തിൽ 1/2 മണിക്കൂർ സംസാരിക്കാണ്ട് 2 സൂറത്ത് വീതം ഓതി കേട്ട് അങ്ങനെ പഠിച്ചു. തബാറക ഓതുന്ന നമ്മളെ കയ്യിലൊക്കെ ഉള്ള ഉപകരണങ്ങൾ ഉണ്ടല്ലോ. തബാറക സൂറത്ത് ഓതുന്നത് ഇങ്ങനെ കേൾക്കാലോ. എങ്ങനെ ഓതുന്നത്? അങ്ങനെ തന്നെ എനിക്കും കേട്ട് ഓതണം. പിന്നെയും ഓത്ത് ശരിയാകുന്നില്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ മുന്നിൽ നേർക്ക് നേരെ എത്തിയിട്ട് ഉസ്താദെ ഞാനൊന്ന് ഓതിത്തരാം, ശരിയാണോ നോക്കണം. തെറ്റൊക്കെ ഉണ്ടാകും, ഉസ്താദ് തിരുത്തി തന്നാ മതി. ശരി, നിങ്ങൾ ഓതിക്കോളി, ഒരു പ്രശ്നമില്ല, ഞാൻ തിരുത്തി തരാം. അങ്ങനെ അവർ തിരുത്തി തന്നു. നമ്മൾ ഓത്ത് റെഡിയായി. തബാറക അങ്ങോട്ട് കാണാതെ പഠിച്ചു, അല്ലെങ്കിൽ ഓതാനെങ്കിലും പഠിച്ചു. വലിയ ഭാഗ്യമാണ്.
തബാറക ഓതണം, എന്നും ഓതണം. അതിന്റെ മഹത്വം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭിക്കണം. അല്ലാഹു നൽകുമാറാകട്ടെ. ആ തബാറക സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പഠനം, ഏറ്റവും വലിയ പഠനം അതാണ്. നമ്മൾ ഏറ്റവും അറിയേണ്ടത് സൃഷ്ടാവായ റബ്ബിനെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ ഖുദ്റത്ത്, അല്ലാഹുവിന്റെ കഴിവ്, അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ, അതിന്റെ പാഠങ്ങൾ, പഠനങ്ങൾ പഠിക്കേണ്ടതാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവാണ് നമ്മെ പഠിപ്പിക്കുന്നത്. തബാറകല്ലദീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിയുടെ അർത്ഥം പറഞ്ഞാൽ നീട്ടുന്നില്ല. അല്ലാഹു, റഹ്മാൻ, റഹീം എന്ന വേറിട്ട 3 ഇസ്മുകളുള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതെപ്പോഴും പതിവാക്കി മുഴുവനായി ഓതണം. അല്ലാഹു, റഹ്മാൻ, റഹീം എന്നീ ഇസ്മുകളെ കൊണ്ട് ഞാൻ ആരംഭിക്കും. അങ്ങനെയും അർത്ഥം വെച്ചവരുണ്ട്. അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ട്, എത്ര ഇസ്മ അല്ലാഹു തആലാക്കുണ്ട്? എത്രയോ ഉണ്ട്, കണക്ക് പറയാൻ പറ്റാത്ത അത്രയും. ആ ഇസ്മുകളെ കൊണ്ട് ആരംഭിക്കുന്നു, തുടങ്ങുന്നു, ഓത്ത് തുടങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് മുഴുവനായി ചൊല്ലണം. അതാണ് മഹത്വം. ബിസ്മില്ലാഹി എന്ന് മാത്രം പറഞ്ഞു നിർത്തരുത്. ഭക്ഷണം കഴിക്കുമ്പോഴും, ബലികർമ്മം നടത്തുമ്പോഴും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ബിസ്മി അല്ലൽ സുന്നത്തുള്ള ഇടത്തൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവനായി ചൊല്ലുക. എത്ര അക്ഷരാണ് മോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്? 19 അക്ഷരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ 19ന്റെ പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ഈ 19 അക്ഷരങ്ങളുള്ള ഈ ദിക്ർ, ഈ വചനം ഒരാൾ പതിവാക്കിയാൽ 19 മലക്കുകൾ കാവൽ നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട്. അതാണ് നരകം. നരകത്തിന്റെ കാവൽ ഭടന്മാർ 19 എണ്ണാണ്. ഉസ്താദേ 19 മതിയോ? ഈ കോടിക്കണക്കിന് ആൾക്കാരൊക്കെ തടയാൻ 19 തന്നെ മതി, ഒരാളെന്നെ മതി എന്നാണ് ഒരാളെ വലിപ്പം കേട്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ആ നരകത്തിന് മുകളിൽ 19 മലക്കുകളുണ്ട്. ആ 19 മലക്കുകളിൽ നിന്ന് കാവൽ കിട്ടാൻ ഇവിടെ നമ്മോട് എപ്പോഴും സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞൊരു ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 19 അക്ഷരം. 19 മലക്കുകൾ. ഒരു മലക്കിന്റെ വലുപ്പം പറഞ്ഞപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നല്ല തൊലിക്കട്ടിയും നല്ല ആരോഗ്യവും നല്ല ഗൗരവ സ്വഭാവമൊക്കെ ഉള്ള മലക്കുകളാണ്. ഒരു മലക്കിന്റെ 2 തോളിന്റെ വിശാലത പറഞ്ഞപ്പോ പറഞ്ഞു മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയിലുള്ള അത്രയും വിശാലത ഉണ്ട് ഒരു മലക്കിന്റെ 2 തോളിന്റെ ഇടയിൽ. അങ്ങനത്തെ 19 പോരെ? 19 തന്നെ വേണോ? ഒരു മലക്കിന്റെ ബോഡിയാണ് ആ പറഞ്ഞത്. നമ്മൾ അങ്ങനത്തെ ഒരാളെ കണ്ടാ എങ്ങനെ ഉണ്ടാവും അവസ്ഥ? സ്വപ്നത്തിൽ കണ്ടാൽ തന്നെ ആൾക്കാർ പേടിച്ച് കട്ടിൽ വന്ന് വീണ്ടുണ്ടാവും. നേർക്ക് നേരെ കണ്ടാൽ എങ്ങനെ ഉണ്ടാകും? മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ വിശാലതയുള്ള ഒരു ചുമൽ, 2 തോളിന്റെ ഇടയിലുള്ള അകലാളെ പറഞ്ഞു. നമ്മളെ ഈ വലത്തെ കൈന്റെയും ഇടത്തെ കൈന്റെയും ഇടക്കുള്ള ഈ ഒരു അകലം, അത് സാധാരണയിൽ കവിഞ്ഞുകൊണ്ടാണ് ഒരാൾക്കുള്ളതെങ്കിൽ തന്നെ അയാള് നമ്മുടെ നാട്ടിൽ വന്ന ഫോട്ടോ എടുക്കും. ഒരു 2 മീറ്റർ ഉള്ള ഒരാളെ വന്നു കൂട്ടിക്കോളും. ഈ 2 പിന്നെ കൈന്റെ ഇടയിൽ വെറുതെ വിടുമോ നമ്മളയാളെ? നോക്കി കുറെ പേടിക്കും. കുറെ ആൾക്കാർ രസിക്കും. കുറെ ആൾക്കാർ പറയും ഇത് ഈ കാലഘട്ടത്തിലുള്ള ആളൊന്നല്ല, വേറെ ഏതോ നബിന്റെ കാലത്ത് ജീവിച്ച ആളാന്നൊക്കെ പറയും. കാരണം നമ്മളെ നാട്ടിൽ അങ്ങനെ കണ്ടുപരിചയമില്ല. ഈ മലക്കുകളുടെ തൊലിക്കട്ടിയും അവരെ ശരീരത്തിന്റെ ഗൗരവമായ അവസ്ഥയും വിശദീകരിച്ചപ്പോ പറഞ്ഞതാണ്. ഖുർആനിൽ ഗിലാദുൻ ശിദാദുൻ, നല്ല ഗൗരവതരമുള്ള ആളുകളാണ് 19 മലക്കുകൾ. സാധാരണ ആൾക്കാരല്ല, നല്ല കട്ടിയും ഖനവുള്ളവരാണ്. ആ മലക്കുകളിൽ നിന്ന് കാവൽ കിട്ടാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പിശുക്കാതെ ചൊല്ലുക. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. തബാറക, അനുഗ്രഹീതനായിരിക്കുന്നു. സൃഷ്ടികളുടെ ഒരു വിശേഷണങ്ങളും അല്ലാഹുവിന് ചേരൂല.
സൃഷ്ടികളുടെ ഒരു സിഫത്തും അള്ളാഹുവിന് യോജിക്കൂല. സൃഷ്ടികൾക്ക് എന്തെല്ലാം രൂപങ്ങൾ പറയുമോ, എന്തെല്ലാം ഭാവങ്ങളുണ്ടോ, സൃഷ്ടികൾക്ക് നിയന്ത്രണത്തിൽ കൈകടത്താനോ ആർക്കും കഴിയില്ല. നിങ്ങൾ നോക്ക്, ചെറിയൊരു അധികാരം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തെറ്റുവില്ല് ഉപയോഗിച്ച് ആ തീയിലെ സുബ്ഹാനഹു വ തആലയല്ലേ അധികാരങ്ങളുടെ മേലധികാരി. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, അധികാരികൾ മുഴുവനും തമ്പടിച്ചു കൂടുന്ന മഹ്ശറിൽ അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, ഒരൊറ്റ ചോദ്യം. യൗമഹും ബാരിസൂൻ, ജനങ്ങളൊക്കെ ഒരേ പ്രതലത്തിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരം ആർക്കാണ്? ആർക്കാണ് ഇന്നത്തെ അധികാരം? എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ, ഓടിപ്പോകാൻ, ഒരു നിയമം മാറ്റാൻ, ഒരു വിഷയം തിരുത്താൻ അല്ലേ? പലർക്കും അധികാര സ്വാധീനമല്ലേ ചെറുതാണ്. എന്തൊരു അധികാരമാണ് അല്ലാഹു തആല അയാൾക്ക് നൽകിയതൊക്കെ ചിന്തിക്കൂലേ? വളരെ ചെറുതാണ്, കുറഞ്ഞ കാലാവധി മാത്രം. രാജ്യം ഭരിച്ചിരുന്ന സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. മണ്ണിന്റെ മണ്ണറയിലല്ലേ താമസിക്കുന്നത് പലരും. എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ്, എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മുഴുവനായി നടപ്പിലാക്കാൻ കഴിഞ്ഞോ? മേലധികാരി അല്ലാഹുവാണ്. തീയിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ എത്രയോ ഉയരമുള്ള കുന്നിൻ മുകളിൽ കയറിയിട്ട് നമ്രൂദ് കുറച്ചൊക്കെ തീ ഇങ്ങനെ ശമിച്ചപ്പോ കെട്ടുപോയപ്പോ തീയിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഇബ്രാഹിം നബിയെ വിളിച്ചു, ഇബ്രാഹിമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളി കേട്ടു. അപ്പൊ ചെറിയ ഒരു നിയലിങ്ങനെ കണ്ടിട്ട് ഇബ്രാഹിം നബിയോട് ചോദിച്ചു, നിങ്ങൾ അപ്പുറത്ത് ആരോന്നുണ്ടല്ലോ, അതാരാള്? തീന്റെ ഉള്ളിലെ നിങ്ങൾ അപ്പുറത്തൊരാളെ കാണുന്നുണ്ടല്ലോ, അതാരാണ് ആള്? നമ്രൂദ് ചോദിക്കാൻ, അള്ളാഹുവിന്റെ ഈ ഒരു കഴിവും ഈ ഒരു അധികാരവും മനസ്സിലാക്കിയിട്ടൊന്ന് വിശ്വസിച്ചോ നമ്രൂദ്? കുറച്ചൊക്കെ ഒരു ചിന്തിച്ചാല് എത്രമാത്രം ചിന്തിക്കാനുണ്ട്. 1-2 കിലോമീറ്ററുകൾക്ക് മുകളിൽ പറക്കുന്ന പക്ഷികളൊക്കെ ചുടുകാറ്റുകൊണ്ട് തായോട്ട് പൊരിഞ്ഞ് കരിഞ്ഞു വീഴാൻ അത്രയും വലിയ തീകുണ്ടാരമാണ് നിറച്ചത്. ജനങ്ങളോടൊക്കെ വിറക് കെട്ട് നേർച്ചയാക്കാൻ പറഞ്ഞതാണ്, തീ കത്തിക്കാൻ വേണ്ടി. അസുഖം മാറാനും മുറാദ് ഹാസിലാകാനൊക്കെ നമ്മൾ നേർച്ചക്ക് സാധാരണ അരിയും ഇറച്ചിയൊക്കെ വാങ്ങും പോലെ വിറക് കെട്ടാ നേർച്ചയാക്കാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെതിരെ വിറക് കെട്ട്, ഓരോരുത്തരും വിറക് കെട്ട് ഇങ്ങനെ സംഭാവന കൊണ്ടു നിർത്താം പലരും. ആരാ നിങ്ങൾ അപ്പുറത്ത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ദാലിക മലക്കുൽ ലില്ലി, തണല് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്, നേരം പോക്കിന് വന്നതാണ്. ആ തീയിന്റെ ഉള്ളിൽ വെച്ച് അന്നപാനീയങ്ങളൊക്കെ സ്വർഗത്തിൽ നിന്ന് സംവിധാനിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകി റബ്ബ് സുബ്ഹാനഹു തആല. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്. ആ തീയിന്റെ ഉള്ളിൽ താമസിച്ച ആ ഒരു കാലത്തെ അത്ര സുഖമുള്ള ഒരു കാലം, ആ ഒരു 50 ദിവസത്തെ അത്ര സന്തോഷമുള്ള ഒരു കാലം വേറല്ല. സഹോദരന്മാരെ, ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നമ്മുടെ മജ്‌ലിസിൽ. അള്ളാഹു നല്ല ബർക്കത്ത് എഴുതി തരട്ടെ. അള്ളാഹു തആല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം തരുമ്പോ നമ്മൾ അള്ളാഹുവിലേക്ക് മനസ്സങ്ങോട്ട് തിരിക്കും. പടച്ച റബ്ബ് നമ്മളെ മനസ്സിന്റെ ആ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കിയിട്ട് ആ ബുദ്ധിമുട്ടൊന്നിങ്ങനെ ആർക്കും തടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് അല്ലാഹു തആല എങ്ങനെ എവിടെയും കേടുപാട് പറ്റാതെ അങ്ങനെ എടുത്ത് നീക്കി കളയുമ്പോ നമ്മളെ മനസ്സിൽ വരുന്ന സമാധാനം സന്തോഷത്തിലുണ്ട്. പ്രാരാബ്ദാകട്ടെ, രോഗാകട്ടെ, കടമാകട്ടെ, ടെൻഷനാകട്ടെ, കുടുംബപരമായി ബന്ധപ്പെട്ടാകട്ടെ, സമ്പത്ത് എന്തുവാകാലോ, മനുഷ്യന് പലതും ഉണ്ടാകുമല്ലോ. നമ്മളെ വരിഞ്ഞു മുറുക്കിയ ഒരു കാര്യം അല്ലാഹു തആലയിലേക്ക് മനസ്സങ്ങോട്ട് തിരിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് അല്ലാഹു തആല അത് അങ്ങനെ തന്നെ അങ്ങോട്ട് നീക്കി തന്നാൽ നമ്മളെ മനസ്സിൽ വരുന്നൊരു സന്തോഷത്തിലുണ്ടാകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസത്തിന്റെ മാധുര്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുനിയാവിൽ വെച്ച് അനുഭവിച്ച രംഗമാണ് ആ തീയിന്റെ ഉള്ളിൽ വെച്ച്. വിശ്വാസത്തിന്റെ മധുരം തീയിന്റെ ഉള്ളിൽ വെച്ച് അനുഭവിച്ചു. ഒന്നും സംഭവിച്ചില്ല. പുറത്തു വരാൻ കഴിയോ എന്ന് ചോദിച്ചു നമ്രൂദ്. പുറത്തു വരാൻ കഴിയും.
പുറത്ത് വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പുറത്തേക്ക് നടന്നു വരുമ്പോ ശരീരത്തിലെ ഒരു രോമം പോലും പോറലേൽക്കാത്ത വിധം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നല്ല സൗന്ദര്യമുള്ള വ്യക്തിത്വമാണ്. കാണാൻ നല്ല ചുറുക്കുള്ള മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. എത്ര അതിന്റെ സൗന്ദര്യം എന്നറിയാം. ഇസ്രായേൽ നബിമാരൊക്കെ കണ്ടിട്ട് ഇസ്രായിലിന്റെ യാത്രയിൽ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നബിമാരൊക്കെ കണ്ടു വന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിവരം പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ മൂസാ നബിന്റെ കോലം എങ്ങനെയാണ്? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ രൂപവും താടിയും തലയും ഒക്കെ ഇങ്ങനെ വർണ്ണിച്ചു കൊടുത്തു. നൂഹ് നബി അലൈഹി സ്വലാം എങ്ങനെയാണ്, ആദം നബി അലൈഹി സ്വലാം എങ്ങനെ, ഓരോ മോഡൽ ഇങ്ങനെ ചോദിക്കാൻ. അപ്പൊ അതൊക്കെ വർണ്ണിച്ചു കൊടുക്കുമ്പോ ഓരോ ആളുകളോട് ഓരോരുത്തരെ പറ്റി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ ചിലരൊക്കെ അതിന് സാമ്യപ്പെട്ടവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം നബിയോട് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സാദൃശ്യതയുള്ള ആള് ഞാനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ രൂപഭാവത്തോട് ഒത്ത ഒരു രൂപമുള്ള ഒരു നബിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. എത്ര സൗന്ദര്യം ഉണ്ടാവും, എത്രമാത്രം വലിയ അഴകുണ്ടാവും ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും പോറലേൽക്കാത്ത വിധം ഇറങ്ങി നടന്നു വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശ്വസിച്ച വിശ്വാസം, ജനങ്ങളെ ക്ഷണിച്ച വിശ്വാസം പെട്ടില്ലെങ്കിലും ഇത് കണ്ട് ഇബ്രാഹിം അള്ളാഹുവിന്റെ സത്യസാക്ഷ്യ വചനം നമ്രൂദിന്റെ മകളങ്ങ് ഉറക്കപ്പ ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാ നിങ്ങൾക്ക് എന്തധികാരം, എന്ത് കഴിവ്, ജ്യോത്സ്യന്മാർക്ക് ഈ അറിവെങ്ങനെ കിട്ടി? അത് ശൈത്താന്മാര് മദിയനിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് മിസ്റിലേക്ക് തന്നെ വന്നിട്ട് ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ഫിർഔനെയും കൂട്ടരെയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോ ഫിർഔന് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അലം ശരി, കുട്ടിക്കാലത്ത് നിന്നെ പൂർണ്ണ നിഷ്ഫലമായി പോയി. ചെയ്യിക്കുന്നതൊക്കെ നടക്കണം എന്നില്ല, കാരണം പരമാധികാരം നമ്മുടെ കയ്യിലല്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അൽ മുൽക്കു പരമാധികാരം, അതേ മുഴുവൻ അധികാരവും മുഴുവൻ നിയന്ത്രണവും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. മുഴുവൻ അധികാരവും എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിക്കരുത്, എന്ന് ചിന്തിക്കരുത്. പണക്കാരെത്രയുണ്ടായിരുന്നു, കോടീശ്വരനായ നമ്രൂ, കോടീശ്വരനായ ഖാറൂൻ, അവന്റെ പണം കൊണ്ട് അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? അള്ളാഹുവിന്റെ തീരുമാനമല്ലേ അവിടെ നടന്നത്. അവന്റെ പണം കൊണ്ട് അവന്റെ ബലം കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. റബ്ബിന്റെ നിശ്ചയമാണ്, തീരുമാനമാണ് അവിടെ നടന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ 18 അടവും പയറ്റി നോക്കിയവരല്ലേ ജൂതന്മാർ. കുട്ടിക്കാലത്ത് തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 6-ാമത്തെ വയസ്സിൽ അതേ തങ്ങളെയും കൊണ്ട് മദീനയിലേക്ക് ആമിന ബീവി റളിയല്ലാഹു അൻഹ പോയല്ലോ. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരന്മാരുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവന്മാരുടെ അടുത്തേക്ക്. ഇവിടെ ഉമ്മാന്റെ ആങ്ങൾക്ക് അമ്മാവൻ തന്നെയല്ലേ പറയാ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് എന്നാ കാക്കമാരുടെ അടുത്തേക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ മക്കളെ? കാക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായി. അതിനാണ് ബുഖാരി ഉസ്താദ് വേഗം തന്നിട്ട് കൊടുക്കുന്ന കണ്ടില്ലേ? കണ്ടു. ആ കുട്ടിയുടെ നടത്തത്തിൽ തന്നെ ഒരു പ്രത്യേകത അല്ലേ? ഉണ്ട്. ഭൂമി ആ കുട്ടിക്ക് ഇങ്ങനെ കീഴ്പ്പെടും പോലെ ഇല്ലേ? ഉണ്ട്. അപ്പൊ ഒരു ജൂതൻ മറ്റേ ജൂതനോട് ചോദിക്കാണ്, നമ്മൾ കൊന്നാലോ? ഇതായിരിക്കും അവസാനത്തെ നബി. ഈ നടത്തം കണ്ടിട്ട് അവര് പറയാ, നമ്മൾ രണ്ടുപേരും ചേർന്നൊന്ന് വകവരുത്തിയാലോ? അങ്ങനെ വകവരുത്താൻ കഴിയോ? ഇല്ല. മേലധികാരി അള്ളാഹുവിന്റെ തീരുമാനമല്ലാതെ ഒന്നും നടക്കൂല. ഒന്നും നടക്കൂല സഹോദരങ്ങളെ. അള്ളാഹുവിനാണ് അല്ലദീ ബിയദിഹിൽ മുൽക്ക്, പരമാധികാരം അള്ളാഹുവിനാണ്, ആർക്കും അല്ല. ആ അള്ളാഹുവിന്റെ പരമോന്നതയുടെ വലിയ തെളിവാണ് അള്ളാഹുവിന്റെ പരമാധികാരം. ഉമ്മൈമൻ ബീവി റളിയല്ലാഹു അൻഹ പെട്ടെന്ന് പോയിട്ട് ആമിന ഉമ്മയോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹാ, ഇപ്പോൾ തന്നെ മദീനയിൽ നിന്ന് നമ്മൾ പോയേക്കണം. ഇനി മദീനയിൽ കൂടുതൽ താമസിക്കേണ്ടതില്ല. അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്.
ഉമ്മൈമൻ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെ ഏൽപ്പിക്കുന്നു, മക്കയിലെത്തിക്കണം. അബ്ദുൽ മുത്തലിബിന് സുരക്ഷിതമായി കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കണം. അബൂ ത്വാലിബിനോടും പുരോഹിതന്മാര് പറഞ്ഞിരുന്നൊരു വാക്ക്, ഈ കുട്ടിയുടെ മേലെ ഭീഷണി പേടിക്കണം, ജൂതന്മാരെ നന്നായി സൂക്ഷിക്കണം. കാരണം ജൂതന്മാര് കാത്തു കഴിഞ്ഞിരുന്നത് അവസാനത്തെ നബി അവരെ കൂട്ടത്തിൽ നിന്ന് വരുമെന്നാണ്. അവസാനത്തെ നബി എവിടുന്നാണ് വരേണ്ടത് എന്നുള്ളത് ഒരു ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കേണ്ട കാര്യമല്ല, അത് അള്ളാഹുവിന്റെ അധികാരമാണ്. ഒരു നബി ഏത് കുടുംബത്തിൽ നിന്ന് വരണം, ഒരു റസൂൽ ഏത് ഗോത്രത്തിൽ നിന്ന് വരണം, അത് നിശ്ചയിക്കുന്നവൻ ഒരു രാജ്യസഭയോ ഒരു ലോക്സഭയോ ഒരു രാഷ്ട്ര നിർമ്മാതാക്കളോ നേതാക്കളോ അല്ല, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു, എവിടെയാണ് റിസാലത്ത് നൽകേണ്ടത് എന്ന് അള്ളാഹുവിന് അറിയാം. മക്കയിൽ നിന്ന്, അറബികളിൽ നിന്ന്, ഉന്നതമായ ഖുറൈശ് ഗോത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതരായപ്പോ ജൂതന്മാർക്ക് അരിശം പൂണ്ടോ, ദേഷ്യം തുടങ്ങി, വൈരാഗ്യം തുടങ്ങി. പലരും പറഞ്ഞു അത് മക്കക്കാരുടെ റസൂലാണ്, അറബികളുടെ റസൂലാണ്. അവസാനം എല്ലാവർക്കുമായി അള്ളാഹു അയച്ച റസൂലാണ് എന്ന് സമ്മതിക്കാൻ പോലും ജൂതന്മാരെ മനസ്സിൽ കഴിഞ്ഞില്ല. അല്ലാഹു തആല പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ. ഏതെങ്കിലും ഒരു കുടുംബത്തിനോ ഒരു നാട്ടിലേക്കോ നിശ്ചിത കുടുംബങ്ങളിലേക്കോ നിശ്ചിത നാടുകളിലേക്കോ പരിമിതപ്പെടുത്തിയ റസൂലല്ല തങ്ങള്. ഇല്ലാ കാഫത്തൽ ലിന്നാസ്, മുഴുവൻ ജനങ്ങളിലേക്കും മുഴുവൻ മനുഷ്യരിലേക്കും തങ്ങളെ നാം അയച്ചിരിക്കുന്നു, ഏതെങ്കിലും ഗോത്രവർഗങ്ങളിലേക്കല്ല. ജൂതന്മാര് അന്ന് തുടങ്ങിയ സഹോദരന്മാരെ അവരെല്ലാ പണികളും പയറ്റി തുടങ്ങി. എത്ര വരെ അവർ ശ്രമിച്ചു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഭക്ഷണത്തില് തങ്ങളെ വിരുന്നൂട്ടിയിട്ട് ആ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തില്ലേ ജൂതന്മാര്? ഖൈബറിൽ വെച്ചല്ലേ ആ പണി ചെയ്തത്? ഭക്ഷണം ഉണ്ടാക്കുന്ന പെണ്ണിന് കൂലി കൊടുത്തിട്ട് ആട്ടിറച്ചിയിൽ 1-ാം നമ്പർ വിഷം കലർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ കൊണ്ടുപോയി, സ്വഹാബത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി വിളമ്പി വെച്ചു കൊടുത്തു. സ്വഹാബത്തൊക്കെ തങ്ങൾ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ട് അവര് കഴിക്കും. അങ്ങനെയാണ്. നിങ്ങളും തങ്ങളൊക്കെ ഒരുമിച്ചുള്ള ഒരു സദസ്സിലാണ് എല്ലാരും ഭക്ഷണം കഴിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ വേഗം എടുത്ത് തൊള്ളേക്കിടരുത്. തങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ നോക്കണം. അങ്ങനെയാണ്. ബാപ്പയും മക്കളും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ആദ്യം ആര് തുടങ്ങണം? ഉപ്പ തുടങ്ങണം അല്ലേ? ഉമ്മയും മക്കളും ഒരുമിച്ചാണ്, ആദ്യം ആര് തുടങ്ങണം? മക്കൾ ആദ്യം തുടങ്ങിയിട്ട് എന്റെ കഴിഞ്ഞു പറയാൻ പറ്റുമോ? അത് പറ്റൂല. ആദ്യം ഒരു പരിഗണന. അങ്ങനെയാണ്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ആ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ ആദ്യം ആര് തുടങ്ങണം? ഭാര്യയല്ല, ഭർത്താവ്. അങ്ങനെയാണ്. ഉസ്താദും ശിഷ്യന്മാരും ആണെങ്കിൽ ആദ്യം ഉസ്താദ് തുടങ്ങണം. അപ്പൊ സ്വഹാബത്തൊക്കെ നോക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയോ? തങ്ങൾ ഇങ്ങനെ ബിസ്മീൻ ചൊല്ലി കൈവച്ചു എന്ന് കണ്ടാ തുടങ്ങിയല്ലോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ കുഴച്ച് തുടങ്ങാൻ തുടങ്ങും. ഈ ആട്ടിറച്ചി ഇങ്ങനെ പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിരിക്കല്ലേ, തങ്ങൾ ബിസ്മീൻ ചൊല്ലി ഇങ്ങനെ കൈവച്ചപ്പോഴേക്ക് ഒരു സഹാബി തുടങ്ങിയല്ലോ, ഒരു കഷ്ണം എടുത്ത് വായിലേക്ക് ഇട്ടു. വിഷാംശമുള്ള ഇറച്ചി തായോട്ടിറങ്ങി സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. തങ്ങൾ ഇങ്ങനെ കുഴച്ചപ്പോഴേക്ക് തന്നെ പറഞ്ഞു, ആരും ഭക്ഷിക്കരുത്, ആരും കഴിച്ചേക്കരുത്. ഈ ആട്ടിറച്ചി എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഇതിലെല്ലാം വിഷം കലർത്തിയിട്ടുണ്ട്. ഉപകരണങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള വിഷങ്ങൾ വരെയല്ലേ ഉള്ളു. എന്തെല്ലാം വിഷങ്ങളാണ് ആൾക്കാർ കൊണ്ടുവരുന്നത്. സഹോദരങ്ങളെ, ആ ആട്ടിറച്ചി മുന്നിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ ഭക്ഷണം പാചകം ചെയ്തത് ആരാണ്? അപ്പൊ ഒരു പെണ്ണ് വന്നു, നിങ്ങളാ പാചകം ചെയ്ത്? അതെ, ഞാനാണ്. എന്തിലാ അതിൽ വിഷം പുരട്ടിയത്? വിഷം പുരട്ടിയിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞല്ലോ. മാംസം പറഞ്ഞു. ഏത് മാംസം? ജീവനുള്ള മാംസ? ജീവനുള്ള മാംസല്ല, വെന്ത് വേവിച്ച് റെഡിയായി ഭക്ഷിക്കാൻ വെച്ച് മുന്നിൽ വെച്ച മാംസം. അതാ സംസാരിക്കുന്നത്. ജീവനുള്ള ജീവിയല്ല സംസാരിക്കുന്നത്. അതിനെ അർത്ഥ റെഡിയാക്കിയിട്ട് പാകപ്പെടുത്തിയ ഭക്ഷണല്ലേ. ആട്ടിറച്ചി സംസാരിച്ചു. ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ നബിയാണെങ്കിൽ വിഷം നിങ്ങളെ ഏൽക്കൂല.
അതേ സമയത്ത് നിങ്ങൾ നബി അല്ലെങ്കിൽ ജനങ്ങളൊക്കെ നിങ്ങളെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടാകണ്ടല്ലോ. നിങ്ങൾ നേരത്തെ പോയാൽ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ. അതിനാണ് ചെയ്തത്. അത് ആ പെണ്ണ് ഒരു ന്യായം പറഞ്ഞതാണ്. സത്യത്തിൽ ആ പെണ്ണിന് പ്രചോദനം നൽകി സംഗതി ചെയ്യിപ്പിച്ചത് ജൂതന്മാരന്മാരൻ. ഒന്നും നടക്കാതിരുന്നപ്പോ അവസാനം സിഹ്ർ ചെയ്തു. അതും ജൂതൻ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ജൂതനായ ഒരു കുട്ടിക്ക് 10 20 ദിർഹം കൊടുത്ത് തങ്ങളെ ശരീരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് കിട്ടണം സിഹ്ർ ചെയ്യാൻ. അപ്പോഴാണ് ആ കുട്ടിയേക്ക് പണം കൊടുത്തിട്ട് 10 20 ദിർഹം കൊടുത്തിട്ട് തങ്ങൾ മുടി വാരുന്ന ഒരു ചീർപ്പ് കൈക്കലാക്കി. ഏത് ചീർപ്പിൽ 1 2 മുടികളൊക്കെ ഉണ്ടാകുമല്ലോ. ആ മുടികളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ജൂതൻ സിഹ്ർ ചെയ്തു. ആ സിഹ്ർ ഫലിച്ചോ? ആ സിഹ്ർ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഒന്നും നടന്നില്ല. എന്തിനാണ് ആ സിഹ്ർ? കൊന്നുകളയാൻ, തീർക്കാൻ. അത് രണ്ടും ഇറക്കിയിട്ട് അല്ലാഹു തആല സിഹ്ർ ബാത്തിലാക്കി. ആ 2 സൂറത്തുകളും നോക്ക് നിങ്ങൾ. 2 സൂറത്തുകളും നോക്കിയാൽ 11 ആയത്താണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 5 ആയത്ത്, ഖുൽ റബ്ബിൻ നാസ് 6 ആയത്ത്. എന്താ 11? 12 ആയില്ലല്ലോ. ഈ ജൂതൻ ഇതിൽ കെട്ടിവെച്ച കെട്ടിന്റെ എണ്ണം 11 ആണ്. ഓരോ ആയത്ത് ഓതുമ്പോ ഓരോ കെട്ടിങ്ങനെ തകർന്ന് തരിപ്പണമാകുകയാണ്. മിനൽ ജിന്നത്തി വന്നാസ് എന്നോതലോടെ 11 കെട്ടും നിഷ്ഫലമായി പോയി, ബാത്തിലായി പോയി. നടന്നില്ല. പരമാധികാരി അല്ലാഹുവാണ്. റബ്ബിന്റെ നിശ്ചയമില്ലാതെ സഹോദരങ്ങളെ ഒന്നും നടക്കില്ല. ആ കഴിവാണ് നമ്മൾ സമ്മതിച്ചുകൊണ്ട് ഏറ്റുപറയുന്നത് നിസ്കാരത്തിന്റെ ശേഷം. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا ينفع ذا الجد منك الجد. നിസ്കാരത്തിന്റെ ശേഷം പറയൽ സുന്നത്തായ ദിക്റല്ലേ. എന്താണ് അല്ലാഹുവിനോട് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത്? അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅ്തൈത, നീ നൽകിയത് തടയുന്ന ഒരാളും ഇല്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞു വെച്ചത് നൽകുന്ന ഒരാളും ഇല്ല. വലാ റാദ്ദ ലിമാ ഖളൈത, നീ വിധിച്ചത് തട്ടിക്കളയുന്ന ഒരാളും ഇല്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, സമ്പത്തുള്ളവന്, കഴിവുള്ളവന്, സ്വാധീനമുള്ളവന് അവന്റെ സ്വാധീനം മാത്രം നിന്റെ അടുക്കൽ ഫലിക്കൂല. ദുനിയാവിൽ ഞാൻ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു, ഞാൻ വലിയ കഴിവും പ്രാപ്തിയുള്ള ആളായിരുന്നു എന്ന ഒരു ലെവൽ കൊണ്ട് ആഖിറത്തിൽ ഒരു കാര്യം ഉണ്ടാകൂല. ദുനിയാവിൽ ഒരു പക്ഷേ പല ആളുകളും കീഴ്പ്പെട്ടെന്ന് വന്നേക്കാം, പലരെയും സ്വാധീനിക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ അധികാരം വലിയ അധികാരമാണ്. അത് സമ്മതിച്ചുകൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടക്കം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക പരമോന്നതനായിരിക്കുന്നു, പരിപൂർണ അനുഗ്രഹീതനായിരിക്കുന്നു. അല്ലദീ ബിയദിഹിൽ മുൽക്ക്, പരമാധികാരം ആരെ നിയന്ത്രണത്തിലാണോ അവനതാ അനുഗ്രഹീതനായിരിക്കുന്നു. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഒരുപാട് തഫ്സീറുണ്ട് തബാറക എന്നതിന്. ഞാൻ ചുരുക്കി പറഞ്ഞതാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എത്ര വർണ്ണിച്ചാലും വിശേഷിപ്പിച്ചാലും തീർക്കാൻ കഴിയാത്ത വിധം അത്രയും വലിയ അനുഗ്രഹം ചൊരിയുന്നവനാണ് അല്ലാഹ്. ധാരാളം അനുഗ്രഹം ചൊരിയുന്ന വക്താവല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹ് തന്ന അനുഗ്രഹത്തിന് വല്ല കണക്കും ഉണ്ടോ? തബാറക എന്നതിന് ബറക്കത്ത്, ധാരാളം നൽകുന്നവൻ എന്ന അർത്ഥവും മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. എക്കാലത്തും ബറക്കത്ത് സ്ഥിരമാകുന്ന, കഴിവും ഉന്നതിയും ഒരു കാലത്തും തേഞ്ഞു മാഞ്ഞു പോകാതെ, കുറവ് വന്നു പോകാതെ ഒരേ അവസ്ഥയിൽ നിലനിൽക്കുന്നവൻ ആരാണ്? അല്ലാഹു അല്ലയോ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഏതെങ്കിലും ഒരു സിഫത്തിന് എപ്പോഴെങ്കിലും ഒന്ന് കുറവ് വരുന്നുണ്ടോ? ലോകത്തുള്ള എല്ലാ മഖ്ലൂഖാത്തും, മുഴുവൻ ആളുകളും അല്ലാഹുവിനെ ആരാധിക്കാതിരുന്നാലും റബ്ബിന് വല്ല
വല്ല കുറവും ഉണ്ടോ? ഇല്ലേ ഇല്ല. എല്ലാവരും കൂടി അള്ളാഹുവിനെ അങ്ങോട്ട് ആരാധിച്ചു, വിശ്വസിച്ചു. അള്ളാഹുവിന് വല്ലതും കൂടാനുണ്ടോ? ഇല്ല. ആ നിലക്ക് അള്ളാഹു തആല പരമോന്നതനാൻ. ഏതെങ്കിലും ആളുകളെ ഇബാദത്ത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് കൂടാനില്ല. ഏതെങ്കിലും ആളുകൾ ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുറയാനും ഇല്ല. ആ രൂപത്തിലല്ലേ അള്ളാഹുവിന്റെ ഉന്നതി, ആ രൂപത്തിലല്ലേ അള്ളാഹുവിന്റെ മേൽക്കോയ്മ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹ്. എല്ലാ കഴിവുകളും കൊടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. എല്ലാ ശിക്ഷകളും കൊടുക്കാനും കഴിവുള്ളവനാണ് അല്ലാഹ്. അവന്റെ കഴിവിന്റെ അടയാളം, അവന്റെ ഖുദ്റത്തിന്റെ അടയാളം കണ്ടില്ലേ അല്ലാഹു പറയുന്നത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ആ ആയത്ത് ഫുള്ള് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു ചെറിയ ഒരു എത്തിനോട്ടം ഇങ്ങനെ നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് വാക്കുകളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. കൃത്യസമയത്ത് നമ്മുടെ പരിപാടി 7 മണിക്ക് തുടങ്ങാം, 9 മണിക്ക് നിർത്താലോ അല്ലേ? അതല്ലേ നിങ്ങളെല്ലാവരും അതിനൊരുക്കമായിട്ട് ഇന്ന് വന്ന പോലെ നേരത്തെ തന്നെ എല്ലാവരും നമുക്ക് തുടങ്ങാം. എന്നാ പിന്നെ 9 മണിക്ക് നിർത്തിയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടും. ഇന്ന് തുടക്കമായതുകൊണ്ട് കുറച്ചും ഇങ്ങോട്ടായതാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ കമാലിയത്ത് വിശദീകരിക്കാം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാറ്റിനും കഴിവുള്ളവൻ. വലിയൊരു കഴിവാണ് ഖലഖൽ മൗത വൽ ഹയാത. മൗത്തും ഹയാത്തും അല്ലാഹു സൃഷ്ടിച്ചു, അല്ലാഹു സംവിധാനിച്ചു. മൗത്തും ഹയാത്തും ആദ്യം തന്നെ പറഞ്ഞ മൗത്താണ്. നമ്മളൊക്കെ നല്ലോണം ശ്രദ്ധിക്കാനാണ്. മൗത്തിൽ നിന്ന് തടയാനോ പിന്തിരിപ്പിക്കാനോ കഴിയില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്ത് തന്നെ മൗത്ത് നടത്തും. ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ചും ഇല്ല, ഒരു മാറ്റം. ഖലഖൽ മൗത വൽ ഹയാത. മൗത്തും ഹയാത്തും അല്ലാഹു തആല സൃഷ്ടിച്ചു. രണ്ടും ഈ ലോകത്തുള്ളതാണോ? രണ്ടും ഈ ലോകത്തുള്ളതാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞുള്ള മൗത്തും ശേഷമുള്ള ജീവിതവും അങ്ങനെ തഫ്സീർ പറഞ്ഞവരുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞതിനെയാണ് കൂടുതൽ ആളുകൾ പിൻബലപ്പെടുത്തി ശരിയായ നിലക്ക് അവലംബിച്ചത്. കാരണം പറയുന്നത് എന്താണെന്നറിയോ? മൗത്തും ഹയാത്തും സൃഷ്ടിച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ അല്ലാഹു തആല പരിശോധിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു കൽപ്പിച്ചതിലും അല്ലാഹു വിലക്കിയതിലും അയ്യുകും അഹ്സനു അമലാ. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രൂപത്തിലും നല്ല ഭാവത്തിലും അധ്വാനിക്കുന്നത്? ആരാണ് ഏറ്റവും നല്ല ഫലം ചെയ്യുന്ന കർമ്മം ചെയ്യുന്നത്? അയ്യുകും അഹ്സനു അമലാ. അത് പരിശോധിക്കാൻ വേണ്ടി അല്ലാഹു മൗത്തും ഹയാത്തും സൃഷ്ടിച്ചു. നമുക്ക് ഒരവസ്ഥ കഴിഞ്ഞു മറ്റൊരവസ്ഥയിലാ നമ്മള്. മൗത്തിലായിട്ടായിരുന്നു സഹോദരന്മാരെ ബാപ്പമാരുടെ മുതുകിലും ഉമ്മമാരുടെ ഗർഭാശയത്തിലും കുറെ കാലം നമ്മൾ നിശ്ചലാവസ്ഥയിലാണ്. ഉപ്പമാരുടെ മുതുകിൽ നിന്ന് ഉമ്മമാരുടെ ഗർഭാശയങ്ങളിലേക്ക് പ്രവേശിച്ച ഘട്ടത്തിൽ 4-ാം മാസം വരെ നമ്മൾ മൗത്തിലാണ്. നിർജീവ വസ്തുവാണ്, അചേതന വസ്തുവാണ്. പിന്നെ അല്ലാഹു തആല അതിന് റൂഹ് നിക്ഷേപിച്ചു. ഖലഖൽ മൗത വൽ ഹയാത. ജീവിതം അത് ഈ ജീവിതം തന്നെയാണ്. ജീവിതം അല്ലാഹു സംവിധാനിച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നമ്മളൊക്കെ അല്ലാഹു തആല ഒന്ന് ടെസ്റ്റ് നടത്തുകയാണ്, നല്ല ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാണ്. മൗത്തും ഹയാത്തും രണ്ടും സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ട് നിങ്ങൾക്ക് മൗത്ത് ഇനിയൊന്ന് വേറെ വരാനുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ജീവിതത്തിലാ ജീവിക്കുന്നത്. രണ്ടും അല്ലാഹു സംവിധാനിച്ചത് ലിയബ്ലുവകും നിങ്ങളെ പരിശോധിക്കാനാണ്, നിങ്ങളെ പരീക്ഷിക്കാനാണ്. അയ്യുകും അഹ്സനു അമലാ. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആള്? കൂടുതൽ അമൽ ചെയ്യുന്ന ആള് ആരാ നോക്കാനല്ല,
കൂടുതൽ നിസ്കരിക്കുന്നല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടത്. ലിയബ്ലുവക്കും അയ്യുക്കും അക്സറു അമലാ എന്നാ പറയേണ്ടത്, അങ്ങനെയല്ല പറഞ്ഞത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, ചെയ്യുന്നത് വളരെ വൃത്തിയിൽ. വിശദമായി പറയണം, ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അഹ്സന് അമലാകാൻ എന്തെല്ലാം വേണമെന്നുള്ളത് നമുക്ക് നാളെ പറയാം. ചെയ്യുന്നത് നല്ല വൃത്തിയിലും രൂപത്തിലും ഭാവത്തിലും അല്ലാഹു തആല സ്വീകരിക്കുന്ന വിധം. ചെയ്യുന്നത് ചെറുതാണെങ്കിലും ചെയ്യുന്ന അമൽ കുറച്ചാണെങ്കിലും, ആരാധിക്കുന്നതും ദിക്ർ ചൊല്ലുന്നതും നിസ്കരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ കുറച്ചാണെങ്കിലും അത് അല്ലാഹു തആലാന്റെ അടുക്കൽ സ്വീകരിക്കുന്ന രൂപത്തിലും ഭാവത്തിലും അതാക്കിയെടുക്കാനാണ് പണി. അതിനാണ് അധ്വാനം വേണ്ടത്. അതിന് ചെറിയ അധ്വാനമൊന്നുമല്ല. അതുകൊണ്ടാണ് ഏത് അമല് ചെയ്യുമ്പോഴും എത്ര കണ്ടിട്ടൊക്കെ നമ്മളെ കാഴ്ചയിലൊക്കെ അതിന് കൂലിയിട്ടില്ലെങ്കിൽ ഇനി ഇതിനാ കൂലി കിട്ടാന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിയ്യത്ത് നന്നാക്കണം കേട്ടോ. മക്കത്തുനിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ അത്ര സാഹസികത നിറഞ്ഞൊരു സംഗതി വേറെ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. പലരും മക്കത്തുനിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ ബാപ്പാന്റെ അടുത്ത് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, കോടിക്കണക്കിന് സ്വത്തുണ്ട്. പക്ഷേ ഒരൊറ്റ ദിർഹം പോലും വിട്ടുകൊടുക്കാത്ത ബാപ്പമാരുണ്ട്. മക്കള് വിശ്വാസത്തിന്റെ തേരിലേറിയിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ ഉടുത്ത വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം കൊടുക്കാത്തവരുണ്ട്. വാഹനമില്ലാതെ നടന്നുപോയവരുണ്ട്. ഇന്നത്തെ റോഡിലൂടെ നടന്നു പോകുന്ന അവസ്ഥയല്ല. മരുഭൂമിയുടെ മരുപ്പറമ്പിൽ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങൾ, കായ്ക്കനികളായിട്ട് ഒന്നും ഭക്ഷിക്കാനില്ലാത്ത സ്ഥലങ്ങൾ, കിലോമീറ്ററുകൾ ഒന്നും രണ്ടും താണ്ടിയാൽ പോരല്ലോ, ദീർഘദൂരത്തേക്കാ നടന്നുള്ള യാത്ര. എത്രമാത്രം പ്രയാസം നിറഞ്ഞതാണ്. പക്ഷേ പ്രയാസത്തിന്റെ പേരിൽ ബക്കറ്റ് വരുന്നുണ്ട്. അവിടെ പേടിക്കണ്ടെന്ന് പറഞ്ഞാണ്, നല്ല സംഭാവന ഇട്ട് തരണം. ബക്കറ്റ് വരുന്നത് പറഞ്ഞില്ലല്ലോ എന്ന് പറയണ്ടായിട്ട് ബക്കറ്റ് വരുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ വരുന്ന സംഭാവന കുറക്കാൻ പാടില്ലല്ലോ, നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ മക്കത്തുനിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വലിയ മഹത്വം. വീട്ടിൽ നിന്ന് ഒരാൾ ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ആ മനുഷ്യന് മരണം സംഭവിച്ചു പോയാൽ അതിന്റെ മഹത്വം അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു, ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്. ആ മനുഷ്യന് കൊടുക്കേണ്ട കൂലി റബ്ബ് സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പോയി. കാരണം നാടും വീടും കുടുംബവും വിട്ടിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഹിജ്റ പോവുകയാണ്. നേർക്ക് നേരെ ഇസ്ലാമിലായിട്ട് അമല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക്. അതിന് ചെറിയ പ്രതിഫലമൊന്നുമല്ല അല്ലാഹു തആല കൊടുക്കുക. എത്രയെന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ കഴിയൂല, അത്രയുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്ന ആ യാത്രയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഹിജ്റ മാത്രമേ നിങ്ങളെ മനസ്സിൽ ഉണ്ടാകാൻ പറ്റുള്ളൂ. മദീന നല്ല മാർക്കറ്റിംഗ് ഉള്ള സ്ഥലമാണ്. ഏതായാലും കുറച്ചു പോയിട്ട് കച്ചവടമൊക്കെ ചെയ്തിട്ട് സമ്പത്ത് വർദ്ധിപ്പിക്കാം. ഉദ്ദേശം പറ്റൂലട്ടോ. മോശപ്പെട്ട ഉദ്ദേശം ഒന്നുമല്ലല്ലോ, നല്ല ഉദ്ദേശം തന്നെയല്ലേ. കച്ചവടം അത്ര നല്ലതാ. പക്ഷെ ഈ ഹിജ്റന്റെ കൂടെ അങ്ങനെ ഒന്നും വേണ്ട. ഏതായാലും കല്യാണം കഴിക്കാനായിട്ടുണ്ട്, ഹിജ്റ പോകാതെ പറ്റൂല. ഇവിടുന്ന് ഹിജ്റ പോകണം, അവിടെ എത്തിയിട്ടാകാ കല്യാണം. അതും ഈ പോക്കിന്റെ കൂടെ ഉദ്ദേശം. കുടുംബക്കാരൊക്കെ കുറെ അവിടെ ഉണ്ട്, ആ കുടുംബത്തോടൊപ്പം സുഗമമായി കഴിയാം. അത് ഉദ്ദേശം വേണ്ട. ഉദ്ദേശം ഒറ്റൊന്ന് മാത്രം, അൽ ഹിജ്റത്തു ഇലല്ലാഹി വറസൂലിഹി. വേറൊന്നും അതിന്റെ കൂടെ വേണ്ട, പിന്നിലും വേണ്ട, മുന്നിലും വേണ്ട. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഹിജ്റ പോകണം. ആ ഹിജ്റയെ അല്ലാഹു തആല ഹിജ്റയായിട്ട് പരിഗണിക്കൂന്ന് കഷ്ടപ്പാടുകളോടെ ഹിജ്റ പോകുന്ന സ്വഹാബിമാരോട്. ഹിജ്റ പോയപ്പോ ചിലർക്ക് മക്കളെ നഷ്ടമായിട്ടുണ്ട്. ആദ്യമായിട്ട് ഹിജ്റ പോയ സ്വഹാബി ആരാണെന്ന് ചോദിച്ചാൽ പറയണം, അബൂ സലമ റളിയല്ലാഹു അൻഹു. മക്കത്തുനിന്ന് മദീനയിലേക്ക് ആദ്യം ഹിജ്റ പോയ മഹാനാണ് അബൂ സലമ. ശരിയായ പേര് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. അബൂ സലമയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്യുന്നത്. സലമത്ത് എന്നൊരു മകനും ഉണ്ട്.
പക്ഷേ ഭർത്താവിന്റെ കുടുംബക്കാരും ഭാര്യയുടെ കുടുംബക്കാരും രണ്ടുപേരും വന്ന് ഈ കുട്ടിയെ കൊണ്ടുപോകാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മടിയിലിരിക്കുന്ന സലമത്ത് എന്ന കുട്ടിയെ ഒരു കൈ ഭർത്താവിന്റെ കുടുംബവും ഒരു കൈ ഭാര്യയുടെ കുടുംബവും വലിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ കുട്ടിയുടെ കൈ പിരിഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കുട്ടിയെ വിട്ടുകൊടുത്തു. ഭർത്താവിന്റെ കുടുംബം കുട്ടിയുമായിട്ട് അവരെ വീട്ടിൽ പോയി. അബൂ സലമ റളിയല്ലാഹു അൻഹു സ്വന്തം ഭാര്യയോട് ഉമ്മു സലമ ബീവിയോട് പറഞ്ഞു, ഞാൻ ഏതായാലും പോകാൻ തീരുമാനിച്ചു. എപ്പോഴാണോ കുട്ടിയെ കയ്യിൽ കിട്ടുന്നത് നിങ്ങൾ അപ്പ വന്നോളൂ, ഞാൻ പോവുകയാണ്. ഒറ്റക്കാണ് പോകുന്നത്. കൂട്ടമായി ഇറങ്ങിയവർ യാത്രയിൽ തന്നെ ഒറ്റപ്പെട്ടു പോയി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ ഭർത്താവിന്റെ കുടുംബം കൊണ്ടുപോയി. എല്ലാ ദിവസവും ഹിജ്റ പോകുന്ന നേരത്ത് കുട്ടി കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ സ്ഥലത്തേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വന്നിരിക്കും. വളരെ വിഷമത്തോടെ സങ്കടത്തോടെ എന്റെ കയ്യിൽ നിന്ന് കുട്ടിയെ കൊണ്ടുപോയല്ലോ എന്ന നിലക്ക് കുറെ നേരം അവിടെ ഓർത്തിരിക്കും. അങ്ങനെ പല ദിവസവും അങ്ങനെ ഇരിക്കുന്നത് കുടുംബത്തിൽപ്പെട്ട ഒരു കാരണം അവര് കണ്ടപ്പോ ഭർത്താവിന്റെ കുടുംബത്തോട് പറഞ്ഞു, ആ കുട്ടിയെ തിരിച്ചു കൊടുക്കണം. ഈ കുട്ടിയെ സംരക്ഷിക്കുന്നതിന് നിങ്ങൾക്കൊരു പരിധിയുണ്ട്. ഉമ്മ സംരക്ഷിക്കും പോലെ ഒരു മകനെ ഒരു മകളെ ഒരാൾക്കും പോറ്റി വളർത്താൻ കഴിയില്ല. അതുകൊണ്ട് കുട്ടിയെ തിരിച്ചു കൊടുത്തേക്കണം. കുട്ടിയെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഇടപെടൽ മൂലം കിട്ടി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒറ്റക്കൊരു വാഹനത്തിലാണ് മദീനയിലേക്ക് പോകുന്നത്. ഒരാണും പെണ്ണും കൂടെയില്ല. സ്വഹാബിമാരും മാത്രമല്ല, സ്വഹാബിയത്തിന് രണ്ടുപേരുടെ അവസ്ഥ ഇതാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ഒറ്റക്ക് പോയതുപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഒറ്റക്ക് എന്റെ മകനെയും മടിയിലിരുത്തിയിട്ട് ഒരു വാഹനപ്പുറത്ത്. ഒരു കാർ ഓടിച്ചു പോകുന്ന ആൾക്കാർക്ക് പിന്നെയും ധൈര്യമുണ്ട് നോക്കാം. ഇതൊരു വാഹനപ്പുറത്ത് പോകുമ്പോ പരിസരങ്ങളിൽ നമ്മുടെ ഈ ലൈറ്റ് സംവിധാനം ഒന്നുമില്ല. രാത്രിയും പകലൊക്കെ താണ്ടിപ്പോകണ്ടേ. തൻഈമിലെത്തിയപ്പോ ഒറ്റക്കൊരു പെണ്ണിങ്ങനെ പോകുന്നത് കണ്ടപ്പോ ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന ഒരു മാന്യനായ വ്യക്തി, പലപ്പോഴും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ആ മനുഷ്യൻ നല്ല മാന്യതയുള്ള ആളാണ്. ഉസ്മാൻ ഇബ്നു ത്വൽഹ അന്ന് നബി തങ്ങളെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഉസ്മാൻ ഇബ്നു ത്വൽഹ ചോദിച്ചു, ഒറ്റക്കാണോ യാത്ര? ഒറ്റക്കാണെന്ന് പറഞ്ഞു. എങ്ങോട്ടാണ്? മദീനയിലേക്കാണ്. കൂടാറില്ലേ? ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷെ നേരത്തെ വേർപെട്ടു പോയി, ഒറ്റക്ക് പോയി. ഞാൻ നിങ്ങളെ കൂടെ വഴി കാണിച്ചുകൊണ്ട് കൂടെ വരാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് പറയാറുണ്ട്, ഇത്ര വിശ്വസ്തനായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. വിശ്വാസത്തിൽ ഞങ്ങൾ ഒരുമിച്ചല്ലെങ്കിലും അദ്ദേഹം എനിക്ക് വഴികാട്ടിയായി നടന്ന് മദീന കാണുന്നിടത്ത് എത്തിയപ്പോ എന്നോട് പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല, അതാ നേരെ കാണുന്നൊരു സ്ഥലം, അങ്ങോട്ട് നേരെ വിട്ടോളൂ, പെട്ടെന്ന് മദീനയിൽ നിങ്ങളെത്തും. മദീന വരെ എനിക്ക് വഴി കാണിച്ചു തന്ന് തിരിച്ച് ഉസ്മാൻ ഇബ്നു ത്വൽഹ തൻഈമിലേക്ക് തന്നെ പോകുന്നു. സഹോദരങ്ങളെ, ആ ഒറ്റക്ക് സാഹസികമായിട്ടാണ് യാത്ര ചെയ്തതെങ്കിലും സ്വത്തൊക്കെ മക്കയിൽ വിട്ടു പോകേണ്ടി വന്നാലും നിയ്യത്ത് നന്നാക്കിയെങ്കിലേ ഹിജ്റയാകൂ. എല്ലാ അമലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ നന്നാക്കി തരട്ടെ. അത് പരിശോധിക്കാനും ആരാണ് അത് കടഞ്ഞെടുത്ത് ശരിയാക്കുന്നത് നോക്കാനുമാണ് ഈ ചെറിയ ജീവിതം അള്ളാഹു സംവിധാനിച്ചത്. ഇവിടെ സുഖിക്കാനല്ല അള്ളാഹു നമ്മൾ ഏർപ്പാടാക്കിയത്, ഉല്ലസിക്കാനല്ല, ആർത്ത് ചിരിക്കാനല്ല, ആർഭാടകരമായി ജീവിക്കാനല്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ജീവിതം അള്ളാഹു പടച്ചത്, പടച്ച റബ്ബല്ലേ ജീവിതം സൃഷ്ടിച്ചത്. ശേഷമുള്ളൊരു മരണം അള്ളാഹു സംവിധാനിച്ചത്. മരണത്തിനാ റിസൾട്ട് വരിക, ജീവിതത്തിന്റെ റിസൾട്ട് മരണത്തിൽ വരും. മരണത്തോടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. എന്ത് റിസൾട്ട് വരണം? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ഏറ്റവും നല്ല അധ്വാനം, നല്ല രീതിയിൽ ചെയ്ത കർമ്മങ്ങൾ, അതൊക്കെ അവിടെ ഫലവത്തായി കിട്ടണം. അതിനാണ് അല്ലാഹു തആല മൗത്തും ഹയാത്തും സൃഷ്ടിച്ച് സംവിധാനിച്ചത്. വഹുവൽ അസീസുൽ ഗഫൂർ. എങ്ങനെയാണ് അമല് നന്നാക്കേണ്ടതെന്നും അതിനെന്തെല്ലാം മാർഗങ്ങളാ സ്വീകരിക്കേണ്ടതെന്നൊക്കെ തഫ്സീറിലുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യുമാറാകട്ടെ.